Hello, hi. Welcome everyone to exploration of one of the most dynamic and life-sustaining system in the human body, that is body fluid and circulation. It's your time and space. You can do your maximum level. So once again, warm and heartfelt welcome to our discussion. Our topic is body fluid and circulation. മക്കളെ, നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്ലഡിനെ കുറിച്ച് പറയുന്നു, ബ്ലഡ് പ്ലാസ്മയെ കുറിച്ച് പറയുന്നു, ഫോംഡ് എലമെന്റ്സിനെ കുറിച്ച് പറയുന്നു, ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദെൻ ആർച്ച് ഫാക്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ബ്ലഡ് കൊയാഗുലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദെൻ സർക്കുലേറ്ററി പാത്വേ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിന് മുമ്പ് ലിംഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ദെൻ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, ഡബിൾ സർക്കുലേഷൻ, ഇലക്ട്രോകാർഡിയോഗ്രാഫ്, റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, ദെൻ ഡിസോർഡർ. സോ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം വായിക്കും, ദെൻ ആഫ്റ്റർ ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പാരഗ്രാഫിനകത്തുള്ള ടോപ്പിക്കുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ NCERT-യുടെ അതേ ഓർഡറിലാണ് ക്വസ്റ്റ്യനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ പാരഗ്രാഫ് വഴിയുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ കഴിയുമെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ NCERT-യും കൂടിയും നിങ്ങൾ തുറന്നു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. പിന്നെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഹ്യൂമൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ബ്ലഡ് വെസൽസ് എല്ലാം വരുന്നത് അല്ലേ. നമ്മുടെ ബോഡിക്കകത്തുള്ള ബ്ലഡ് വെസൽസിൽ, ടോട്ടൽ ബ്ലഡ് വെസൽസിൽ ജസ്റ്റ് ഒരു ഇമേജ് റെപ്രസെൻറ്റേഷൻ കാണിച്ചെന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. മാച്ച് ദ കോളം 1 and 2, select the correct option from the codes given below. അതിൽ കോളം 1-ൽ പ്ലാസ്മ പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്, കോളം 2-ൽ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. എ ഫൈബ്രോനോജൻ, ബി ഗ്ലോബുലിൻ, സി ആൽബുമിൻ, ദെൻ 1 ഡിഫൻസ് മെക്കാനിസം, 2 ഓസ്മോട്ടിക് ബാലൻസ്, 3 കൊയാഗുലേഷൻ ഓഫ് ദി ബ്ലഡ്. നമുക്കറിയാം ഇത് എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോപ്പിക് ടോട്ടൽ ആദ്യം പറയാം. NCERT-യുടെ 194-ാമത്തെ പേജിലാണ്, പുതിയ NCERT-യുടെ 194-ാമത്തെ പേജിലാണ് പ്ലാസ്മയ്ക്കകത്തുള്ള പ്രോട്ടീനുകളുടെ ഫങ്ഷൻസ് ഒക്കെ പറയുന്നത്. നമുക്കറിയാം, എ വെൽ ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസം പ്രസന്റ് ഇൻ അവർ ബോഡി ദാറ്റ് ഇസ് കോൾഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ മേജർ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ബ്ലഡ് ആണ്. ബ്ലഡ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് കൺസിസ്റ്റിംഗ് ഫ്ലൂയിഡ് മാട്രിക്സ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെന്റ്സ്. ടോട്ടൽ ബ്ലഡിന്റെ 55% പ്ലാസ്മയാണ്, ബാക്കി വരുന്ന 45 ആണ് ഫോംഡ് എലമെന്റ്സ് വരുന്നത്. ആ 55% പ്ലാസ്മയിൽ 92% വാട്ടർ ആണ്, 68% പ്രോട്ടീൻ ആണ് വരുന്നത്. ആ പ്ലാസ്മ പ്രോട്ടീനുകളെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ ആൽബുമിൻ എടുക്കാം. ആൽബുമിന്റെ ജോലി എന്താണ്? ഓസ്മോട്ടിക് ബാലൻസ് ആണ്. വാട്ട് ഈസ് ഓസ്മോട്ടിക് ബാലൻസ്? ബോഡിയിലെ വാട്ടർ മിനറൽസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ആൽബുമിൻ ചെയ്യുന്ന ജോലി. ദെൻ രണ്ടാമത്തെ ആളാരാണ്? ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ആളാണ് ഗ്ലോബുലിൻ. ഈ ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ആളായത് കൊണ്ടാണ് ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ട് മാറുന്നത്. ഈ പറയുന്ന ഗ്ലോബലിനെ അറ്റാച്ച് ചെയ്ത് ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് ഇയർ NCERT-യുടെ 135-ാമത്തെ പേജിനകത്ത് ആന്റിബോഡികളെ ബി ലിംഫോസൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബോഡികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നിങ്ങൾ IgM, IgE, IgG, IgE അഥവാ ഒമേഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഈ ഗ്ലോബലിനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബൈ ചാൻസിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഗ്ലോബലിന്റെ ജോലി എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ് ഗ്ലോബലിന്റെ ജോലി. ദെൻ മൂന്നാമത്തത് ഫൈബ്രോനോജൻ ആണ്, പ്ലാസ്മ പ്രോട്ടീൻ. ഫൈബ്രോനോജന്റെ ജോലി ബ്ലഡ് കൊയാഗുലേഷൻ ആണ്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. നോക്കൂ മക്കളെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനം ഇതാണ്. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡിൽ 55% വരുന്ന പ്ലാസ്മയും ബാക്കി 45% വരുന്ന ഫോംഡ് എലമെന്റ്സും. ഈ ഫോംഡ് എലമെന്റ്സിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? RBC വരുന്നുണ്ട്, WBC വരുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സുകൾ വരുന്നുണ്ട്. സോ ഓൾറെഡി ഇപ്പൊ നമ്മൾ ആ ഒരു ഇത്ര ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ ആൻസർ എന്താ, നിങ്ങൾക്ക് മനസ്സിലായി. നോക്കൂ നിങ്ങൾ, ഫൈബ്രോനോജന്റെ ജോലി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, ബ്ലഡ് കൊയാഗുലേഷൻ ആണ്. സോ A3 വരും. ദെൻ ഗ്ലോബലിന്റെ ജോലി ഡിഫൻസ് മെക്കാനിസം ആണ്. സോ B1 വരും. ദെൻ ആൽബുമിന്റെ ജോലി എന്താണ്? ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ് ആണ്. സോ C2 വരും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ 1 വരും അല്ലേ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ
serum different from blood in. Serum different from blood in. Blood എന്ന് serum എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? 194 പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ, plasma without clotting factor is called serum. ഇത് നിങ്ങൾക്കറിയാം. പ്ലാസ്മയ്ക്കകത്ത് ക്ലോട്ടിംഗ് ഫാക്ടർ ആകുന്ന ഫൈബ്രിനോജൻ ഇല്ലെങ്കിൽ അഥവാ ലാക്കിംഗ് ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറം എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ വരിക? 3 ആണ് വരിക. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, which organ is considered as a graveyard of RBC where most of them are destroyed by? ഇത് ആക്ച്വലി destroyed by macrophages. ആക്ച്വലി ഓപ്ഷൻസ് നോക്കൂ, റെഡ് ബോൺ മാരോ കൊടുത്തിട്ടുണ്ട്, സ്പ്ലീൻ കൊടുത്തിട്ടുണ്ട്, കിഡ്നി കൊടുത്തിട്ടുണ്ട്, ഇൻഡസ്റ്റൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഗ്രേവിയാർഡ് ഓഫ് RBCയെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് പറയുമ്പോഴാ? ഫോമഡ് എലമെന്റ്സിലെ RBCയെ കുറിച്ച് പറയുമ്പോഴാ. നോക്കൂ, നിങ്ങൾ ആ പാരഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ആ പാരഗ്രാഫിനകത്ത് എന്താ പറയുന്നത്? RBC, WBC, platelets are collectively called formed elements. അതിൽ ഫസ്റ്റ് ആളാണ് RBC. Formation of RBC is called erythropoiesis. എറിത്രോപോയിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കിഡ്നിയിലെ ജസ്റ്റാഗ്ലോമറുല സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന എറിത്രോപോയിറ്റിന്റെ സ്റ്റിമുലേഷൻ മൂലമാണ് RBCയുടെ ഫോർമേഷൻ ആകുന്ന എറിത്രോപോയിസിസ് നടക്കുന്നത് എന്നുള്ളൊരു ലിങ്ക്, ഒരു കൺസെപ്റ്റ്സ് നമ്മൾ തലയിലൂടെ ഓടണം, പായണം. സോ അങ്ങനെയാണെങ്കിൽ RBC ആദ്യത്തെ ഫോംഡ് എലമെന്റ്സ് ആണ് അല്ലെ? RBC ആദ്യത്തെ ഫോംഡ് എലമെന്റ്സ് ആണ്. നോക്ക്, നിങ്ങൾ RBC ഒറിജിനേറ്റ് ചെയ്യുന്ന നമുക്കറിയാം റെഡ് ബോൺ മാരോയില. മക്കളെ സ്ക്രീനിലേക്ക് നോക്ക്, ഇതിനകത്ത് റെഡ് ബോൺ മാരോയുണ്ട്, യെല്ലോ ബോൺ മാരോയുണ്ട്. RBC ഒറിജിനേറ്റ് ചെയ്യുന്ന റെഡ് ബോൺ മാരോയിലാണ്. RBCയുടെ ലൈഫ് സ്പാൻ, ആയുസ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്, 120 ദിവസമാണ് RBCയുടെ ആയുസ് എന്ന് പറയുന്നത്. അങ്ങനെ റെഡ് ബോൺ മാരോയിൽ ജനിച്ച് 120 ദിവസം ജീവിച്ച് RBC എവിടെ പോയിട്ടാ മരിക്കുന്നത്? സ്പ്ലീനിൽ പോയിട്ടാ മരിക്കുന്നത്. ആ സ്പ്ലീനിനെയാണ് നമ്മൾ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്. സ്പ്ലീൻ ഓൾറെഡി നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ ആയിട്ട് സ്പ്ലീനെ പഠിക്കുന്നുണ്ട്. ടോൺസിൽസും പിയേഴ്സ് പാച്ചും വെർമിഫോം അപ്പൻഡിക്സ് ഒക്കെ വരുന്ന സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാനിന്റെ കൂട്ടത്തിലാണ് സ്പ്ലീനും വരുന്നത്. വാട്ട് ഈസ് സ്പ്ലീൻ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ പറയും ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയും. ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറഞ്ഞാൽ സ്പ്ലീന് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗ്രേവ്യാർഡ്. RBCയുടെ ശവപ്പറമ്പ്, RBCയുടെ ശ്മശാന ഭൂമിക എന്ന് പറയുന്നത് മൂപ്പരുടെ ഒരു പണിയാണ്. ശരിക്കും ആക്ച്വലി സ്പ്ലീൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കും മക്കളെ. വാട്ട് ഈസ് സ്പ്ലീൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ബീൻ ഷേപ്ഡ് ഓർഗാൻ which located lateral part of the stomach. സ്റ്റൊമക്കിന്റെ സൈഡിലെ ലാറ്ററൽ കാണപ്പെടുന്ന പയറുമണിയുടെ ആകൃതിയിലുള്ള ഓർഗാൻ ആണ് സ്പ്ലീന്. അത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ ആണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ ആണെങ്കിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആന്റിജനുകളുമായി ബൈൻഡ് ചെയ്യാൻ ആന്റിബോഡികൾക്ക് സൈറ്റ് ഒരുക്കി കൊടുക്കലാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻസുകളുടെ ജോലി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ സ്പ്ലീനിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ പുതിയ NCERTയുടെ ന്യൂ NCERTയുടെ 194 പേജില് 3ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈനിൽ നോക്കി, സ്പ്ലീനിന്റെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആക്ച്വലി നമ്മളിപ്പോൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. RBCയെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഇവിടെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നോക്കൂ, നിങ്ങൾ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് വിളിക്കുന്ന ആരെയാണ്? സ്പ്ലീനിനെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ 2 ആണ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതാരാ? ഇതാണ് ലാമ. അഥവാ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് RBCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. മാമൽസ് RBC is devoid nucleus except llama and camel. The term devoid NCERT വേറെ യൂസ് ചെയ്തൊരു സ്ഥലം ഏതാന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അനിമൽ കിങ്ഡത്തിലെ സൈക്ലോസ്റ്റൊമാറ്റയെ കുറിച്ച് പറയുമ്പോഴോ, all living members of cyclostomatus are ectoparasite, elongated body, circular, sucking mouth, without jaw, cranium and vertebral column are the cartilage. ഇങ്ങനെ പറഞ്ഞു പോണതിന് മുന്നായിട്ട് എന്ത് പറയുന്നത്? ഡിവോയിഡ് സ്കൈൽസ് ആൻഡ് പെയ്ഡ് ഫിൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഡിവോയിഡ് മീൻസ് ലാക്ക്. ആ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞു എന്ന് മാത്രം. നോക്ക്, നിങ്ങൾ RBCയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാമൽസ് RBC is devoid nucleus. മാമൽസിന്റെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, എക്സെപ്റ്റ് ലാമ ആൻഡ് കാമൽ. അതിലെ ലാമയാണ്
ഈ കാണുന്ന ആള്, ഇയാൾക്കും ക്യാമലിനുമാണ് RBCയിൽ മെമാലിയൻസിലെ RBCയിൽ ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് ഇത് പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ RBC ഫസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങില് ബൈക്കോൺകേവ് അല്ല, ആദ്യം ബൈക്കോൺവെക്സ് ആണ്, പിന്നീട് അത് സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബൈക്കോൺകേവ് ആവുന്നത്. ബൈക്കോൺവെക്സിനേക്കാളും 20 to 30% സർഫസ് ഏരിയ കൂടുതലാണ് ഇതില് ബൈക്കോൺകേവില്. അത് കാരണം ഹീമോഗ്ലോബിനെ ക്യാരി ചെയ്ത് ഓക്സിജൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ് എല്ലാം നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ അത്ര ഡീറ്റെയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ സമയം നമ്മളെടുത്തില്ല, നമ്മളെടുത്ത് ചെറിയ സമയം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ RBCയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCക്കകത്ത് അയൺ കണ്ടെയ്ൻ പിഗ്മെന്റ് പ്രോട്ടീൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നോർമൽ വാല്യൂ 12 to 16 grams ആണ്, നമുക്കറിയാം. അതും കൂടി അതിന്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. സോ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? RBCയുടെ ഗ്രേവ്യാർഡ്, ശ്മശാന ഭൂമിക എന്ന് പറയുന്നത് ആരാണ്? സ്പ്ലീൻ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോസ്റ്റ് ആക്റ്റീവ് ഫാഗോസൈറ്റിക് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ. ആക്ച്വലി RBC കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞത് WBC ആണ്, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്, ലുക്കോസൈസ് എന്ന് വിളിക്കും. RBCയുടെ അളവ് 5 to 5.5 മില്യൺ അതായത് ക്യൂബിക് മില്ലിമീറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്നത് വെറും 6000 to 8000 മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? WBCയിൽ വരുന്നുള്ളൂ. WBCയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് WBC രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാനുലോസൈസും അഗ്രാനുലോസൈസും ആണ് WBCയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? WBCയുടെ ഗ്രാനുലോസൈസിലെയും അഗ്രാനുലോസൈസുകളെയും ഒന്ന് പരിചയപ്പെടാം. WBCയിൽ എന്താ ഗ്രാനുലോസൈസ്? WBCയുടെ സൈറ്റോപ്ലാസത്തിനകത്ത് ഗ്രാന്യൂൾസ്, ഇതുപോലെ ഗ്രാന്യൂൾസ് കാണപ്പെടുന്നെങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ഗ്രാനുലോസൈസ് എന്ന് പറയുന്നത്. WBCയുടെ സൈറ്റോപ്ലാസിൽ ഗ്രാന്യൂൾസ് ഇല്ലെങ്കിൽ അതാണ് എന്ത്? അഗ്രാനുലോസൈസ്. WBCയിലെ ആദ്യത്തെ ഗ്രാനുലോസൈസ് ആണ് ഇയാള് ന്യൂട്രോഫീൽ. ന്യൂട്രോഫീല് ഗ്രാനുലോസൈസ് ആണ്. ന്യൂട്രോഫീലിന് ഫാഗോസൈറ്റിക് നാച്ചർ ആണ്. ന്യൂട്രോഫീലിന് ഏത് നാച്ചർ ആണ് വരുന്നത്? ഫാഗോസൈറ്റിക് നാച്ചർ വരുന്ന ആളാണ് ആര്? ന്യൂട്രോഫീൽ എന്ന് പറയുന്ന ആള്. സോ ഈ ന്യൂട്രോഫീലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ന്യൂട്രോഫീലുമായി റിലേറ്റ് ചെയ്തിട്ട് 134ാമത്തെ പേജില് ലാസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനിൽ എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സെല്ലുലാർ ബാരിയർ പറയുമ്പോൾ സെർട്ടൺ WBC ലൈക്ക് PMNL പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈസ്, ആ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈസിൽ പെട്ട ആളാണ് ആര്? ന്യൂട്രോഫീൽ. അങ്ങനെ പറയാനുള്ള റീസൺ എന്താ പറയുക? നിങ്ങൾ ആ യൂസ് ചെയ്ത ടേം ഒന്ന് നോക്ക്. നിങ്ങൾ യൂസ് ചെയ്ത ടേം നോക്ക്, PMNL എന്നല്ലേ പറഞ്ഞത്. ലൂക്കോസൈസിന്റെ ന്യൂക്ലിയസിന്റെ മോർഫോളജി അഥവാ എക്സ്റ്റേണൽ സ്ട്രക്ചർ പോളിയാണ്. നിങ്ങളിവിടെ ന്യൂട്രോഫിലിന്റെ ന്യൂക്ലിയസ് ലോബ് നോക്കൂ, പോളി അല്ലേ? ഒരു ലോബുകളിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ 2 മുതൽ 7 വരെ ന്യൂക്ലിയസ് ലോബുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള ആളാണ് ന്യൂട്രോഫീൽ. ഈ ന്യൂട്രോഫീലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫീലിന് എന്താണ്? ഫാഗോസൈറ്റിക് നാച്ചുറൽ ആളാണ് ആര്? ന്യൂട്രോഫീൽ. അപ്പൊ ഇത് ടോട്ടൽ WBCയുടെ 60 മുതൽ 65% വരുന്ന ആളാണ് ആര്? ന്യൂട്രോഫീൽ. ദെൻ നോക്കൂ നിങ്ങൾ, ന്യൂട്രോഫീൽ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ആരാ? ഗ്രാനുലോസൈസിൽ വരുന്ന അടുത്ത ആള് ഇസിനോഫിൽ ആണ്. ബൈലോബ്ഡ് ന്യൂക്ലിയസ് ലൈക്ക് ഹെഡ്സെറ്റ്, ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. ടോട്ടൽ WBCയുടെ എത്ര ശതമാനം വരിക? 2 to 3% ആണ് ഇസിനോഫീൽ. ടോട്ടൽ WBCയുടെ 2 to 3% ആണ് ഇസിനോഫീൽ വരുന്നത്. ഇസിനോഫീലിന്റെ ഫംഗ്ഷൻ പറയുന്ന സമയം ശ്രദ്ധിക്കണം. ഇസിനോഫീൽ ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്, അലർജിക് റിയാക്ഷന് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഇസിനോഫീലിന്റെ കൗണ്ട് കൂടിയാൽ ഇസിനോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ അലർജിക് റിയാക്ഷൻസിനെ സഹായിക്കുന്ന, ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ WBCയുടെ 2 to 3% മാത്രം കാണപ്പെടുന്ന ബൈലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള ഹെഡ്സെറ്റിനെ പോലെയുള്ള ആളാണ് ആര്? ഇസിനോഫീൽ എന്ന് പറയുന്ന ഗ്രാനുലോസൈസ്. അത് കഴിഞ്ഞാൽ ബാസോഫീൽ ആണ്, അതും ഗ്രാനുലോസൈസ് ആണ്. ബാസോഫീൽ ഇൻഫ്ലമേഷൻ റിയാക്ഷനെ സഹായിക്കുന്ന ആളാണ് ബാസോഫിൽ. അങ്ങനെ പറയാൻ കാരണം ബാസോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ഒന്ന് ഹിസ്റ്റാമിൻ, ഹിസ്റ്റാമിൻ ഇൻഫ്ലമേഷൻ ഏജന്റ് ആണ്. സോ ബാസോഫിൽ ഇൻഫ്ലമേഷൻ റിയാക്ഷനെ സഹായിക്കുന്ന ആളാണ്. 2 ഹെപ്പാരിൻ ആന്റി കൊയാഗുലേഷൻ ഏജന്റ് ആണ്. ബാസോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3ാമത്തെ കെമിക്കൽ സബ്സ്റ്റൻസ് സെറട്ടോണിൻ. സെറട്ടോണിൻ ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. അപ്പോ WBCയിൽ അഥവാ ലൂക്കോസൈസിൽ വരുന്ന ആളുകള് അതിലെ ഗ്രാനുലോസൈസുകളാണ് ആരൊക്കെ? ന്യൂട്രോഫീല്, ഇസിനോഫീല്, ബാസോഫീല്. സോ അങ്ങനെയാണെങ്കിൽ അതിൽ WBC സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഇല്ല
കുത്തില്ലാത്ത WBCകള്. അഗ്രാലോസൈസുകളിൽ ഒന്ന് ലിംഫോസൈസ് ആണ്. നമ്മൾ ലിംഫോസൈസിനെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് WBC വിത്ത് എ ലാർജസ്റ്റ് ന്യൂക്ലിയസ്. ആള് ചെറുതാ, പക്ഷെ ന്യൂക്ലിയസ് വലുതാ. ടോട്ടൽ WBCയുടെ 20 to 25% ആണ് നമുക്ക് ലിംഫോസൈസിനെ കാണാൻ പറ്റുന്നത്. ലിംഫോസൈസിന്റെ കണ്ടിന്യൂസ് റീഡിംഗ് വരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ 135 പേജിനകത്ത്. ലിംഫോസൈസുകൾ ബി ലിംഫോസൈസ് ഉണ്ട്, ടി ലിംഫോസൈസ് ഉണ്ട്. ബി ലിംഫോസൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമി പ്രോട്ടീൻ ആണ് ആന്റിബോഡി. ടി ഹെൽപ്പർ ലിംഫോസൈസ് ആണെന്നൊക്കെയുള്ള കണ്ടിന്യൂസ് സാധനങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ 135 പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ലിങ്ക് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അഗ്രാലോസൈസിൽ കുത്തില്ലാത്ത WBCയിൽ വരുന്ന ഒരാളാണ് ആര്? ലിംഫോസൈസ്. അടുത്ത ആളാരാ? മോണോസൈസ് ആണ്. ഈ മോണോസൈസിനും ഏത് നേച്ചറാണ്? ഫാഗോസൈറ്റിക് നേച്ചറാണ്. മോണോസൈസിനും ഫാഗോസൈറ്റിക് നേച്ചർ ആണ്. മോണോസൈസ് കിഡ്നി ഷേപ്പ്ഡ് ആണ്, ബീൻ ഷേപ്പ്ഡ് ആണ്. ടോട്ടൽ WBCയുടെ 6 മുതൽ 8% കാണപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ NCERT വളരെ വ്യക്തമായിട്ട് NCERT പറയുന്നുണ്ട്. 194 പേജിനകത്ത് NCERT വളരെ വ്യക്തമായി പറഞ്ഞു. 194 പേജില് 4ാമത്തെ പാരഗ്രാഫിനകത്ത് അടിയിൽ നിങ്ങോട്ട് 4ാമത്തെ ലൈനിൽ നോക്കൂ. 194 1 2 3 4ാമത്തെ പാരാഗ്രാഫില് അടിയിൽ നിന്ന് മേലേക്ക് 4ാമത്തെ ലൈനിൽ നോക്കൂ. നിങ്ങൾ അവിടെ കാണാം ന്യൂട്രോഫിലും മോണോസൈസും ഫാഗോസൈറ്റിക് നാച്ചർ എന്നുള്ള കോൺസെപ്റ്റ് NCERT പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? മോസ്റ്റ് ആക്റ്റീവ് ഫാഗോസൈറ്റിക് വൈറ്റ് ബ്ലഡ് സെൽസ് ന്യൂട്രോഫിലും എസിനോഫിലും ആണോ? അല്ല, എസിനോഫിൽ അലർജിക് റിയാക്ഷനാ. ലിംഫോസൈസും മാക്രോഫാജസും ആണോ? മാക്രോഫാജസുകൾ എന്ന് പറയുന്ന സമയത്ത് എൻഗോൾഫ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള കോൺസെപ്റ്റ്സിൽ നമുക്ക് അവരെ എടുക്കാം. ആക്ച്വലി ലിംഫോസൈസ് പറഞ്ഞാൽ ബി ലിംഫോസൈസും ടി ലിംഫോസൈസ് ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസിനെയാണ്. പിന്നെ അടുത്ത എസിനോഫില ലിംഫോസൈസ് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് പറയാം, ഞാൻ നേരത്തെ ലൈൻ വരെ നിങ്ങൾക്ക് പറഞ്ഞു, ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈസിനെയാണ് നമ്മൾ മോസ്റ്റ് ഫാഗോസൈറ്റിക് നാച്ചർ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, മോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നതുകൊണ്ട് ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈസ് ആണ്. സോ നമ്മൾ ഫോംഡ് എലമെന്റ്സിൽ RBC പറഞ്ഞു, WBC പറഞ്ഞു, കൂടെ പറയേണ്ട ഒരാളാണ് പ്ലേറ്റ്ലെറ്റ്സ്. ത്രോംബോസൈസ് എന്ന് വിളിക്കും. ഇറ്റ്സ് ഒറിജിനേറ്റീവ് ഫ്രം മെഗാകാരിയോസൈസ്. വാട്ട് ഈസ് മെഗാകാരിയോസൈസ്? ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ ദി ബോൺ മാരോ. ടോട്ടൽ ആക്ച്വലി നോർമൽ വാല്യൂ ഓഫ് ദി പ്ലേറ്റ്ലെറ്റ് 1.5 lakh to 3.5 lakh എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് അറിയാം. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് കൊയാഗുലേഷനുമായി റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണെന്ന് അറിയാം. കാരണം ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ് കൊയാഗുലേഷനുമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന കണ്ടന്റ്. ഓക്കെ, ഞാൻ ബൈ ചാൻസിൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, a person with blood group AB is considered as a universal recipient because he has. നമ്മള് പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞതിന് ശേഷം NCERT അടുത്ത പാരഗ്രാഫിനകത്ത് പറഞ്ഞ എന്താ? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺസെപ്റ്റ്സിൽ RBCന്റെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റീനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആകുന്ന ആന്റിജന്റെയും പ്ലാസ്മയുടെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള നാച്ചുറൽ ആന്റിബോഡീസിന്റെയും, അങ്ങനെ തന്നെ പറയണം കേട്ടോ, നാച്ചുറൽ ആന്റിബോഡീസ് ആണ്. നാച്ചുറൽ ആന്റിബോഡീസിനെയും ബേസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സൽ കോൺസെപ്റ്റ്സിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ ടേബിളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനമാണ്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് തരാം. നമുക്ക് നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് മുതലായിട്ട് ഇത് പഠിക്കുന്നുണ്ട് തോന്നുന്നു, ഈ ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ ടേബിൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയും ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ഈ കള്ളിയിൽ A വന്നാൽ തൊട്ടടുത്ത കള്ളിയിൽ A ഇക്കാരം, അടുത്ത കള്ളിയിൽ B ഇക്കാരം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതേ സാധനത്തെ ഒന്നും കൂടി കൺസെപ്റ്റ് ലെവലിലേക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? RBCന്റെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആകുന്ന ആന്റിജന്റെയും പ്ലാസ്മയുടെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള നാച്ചുറൽ ആന്റിബോഡീസിന്റെയും. ഇതാണ് നാച്ചുറൽ. സ്ക്രീനിലേക്ക് നോക്കൂ, ഇതാണ് നാച്ചുറൽ ആന്റിബോഡീസ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഏത്? കെമിക്കൽ സബ്സ്റ്റൻസ് ആകുന്ന ആന്റിജൻ. നമ്മൾ ആദ്യം ഈ ഒരു RBC എടുക്കാം. ഈ RBCന്റെ സർഫസിൽ നിങ്ങൾക്ക് കുറെ ഉണ്ടകൾ കാണാം. ഈ RBCന്റെ സർഫസിൽ നിങ്ങൾക്ക് എന്ത് കാണാം? കുറെ ഉണ്ടകൾ കാണാം. ഈ RBCന്റെ സർഫസിൽ കാണപ്പെടുന്ന ആ ഉണ്ടകളെ നമ്മൾ A ആകുന്ന ആന്റിജൻ അഥവാ A ആകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു RBCന്റെ സർഫസിൽ ഈ ഉണ്ടയാകുന്ന A കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അഥവാ A ആന്റിജൻ ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? A ആണ്.
എന്നാൽ തൊട്ടടുത്ത RBC നോക്കൂ നിങ്ങൾ. ഈ RBCന്റെ സർഫസിൽ ഉണ്ടയില്ല, പകരം കൊമ്പാണുള്ളത്, പ്രൊജക്ഷൻസ് ആണുള്ളത്. ആ പ്രൊജക്ഷൻസിനെ നമ്മൾ B ആകുന്ന ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇങ്ങനെ RBCന്റെ സർഫസിൽ B ആന്റിജൻ ആണുള്ളതെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? B ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു RBCന്റെ സർഫസിൽ ഉണ്ടയും കൊമ്പും ഉണ്ടെങ്കിൽ അഥവാ എയും ബിയും ഉണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ആണ്. അപ്പൊ AB എന്ന് വിളിക്കുന്നത് RBCയുടെ സർഫസിൽ A ആന്റിജൻ ആകുന്ന കെമിക്കലും B ആന്റിജൻ ആകുന്ന കെമിക്കലും വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? AB എന്ന് വിളിക്കുന്നത്. സോ എവിടുന്ന O ഉണ്ടാകണം നോക്കൂ നിങ്ങൾ. O തരിശു ഭൂമിയാണ്. ഓയിൽ ഉണ്ടയുമില്ല, കൊമ്പുമില്ല. അപ്പൊ ഒന്നുമില്ലാത്തവൻ അഥവാ കെമിക്കൽ സബ്സ്റ്റൻസ് എയും ബിയും ഇല്ലാത്തവൻ പരമദരിദ്രൻ ആണ്. ആരൊന്നുമില്ലാത്തവനാണ് ഏത്? O. അപ്പോ ഒന്നുമില്ലാത്ത എയും ബിയും കെമിക്കൽ ഇല്ലെങ്കിൽ അതിന് O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിളിച്ചോ. ദെൻ എയും ബിയും അഥവാ ഉണ്ടയും കൊമ്പും ഉണ്ടെങ്കിൽ അതിന് AB എന്ന് വിളിച്ചോ. ദെൻ കൊമ്പ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ B എന്ന് വിളിച്ചോ. ദെൻ ഉണ്ട മാത്രം ഉണ്ടെങ്കിൽ അതിന് A എന്ന് വിളിച്ചു. ഇനി പ്ലാസ്മയുടെ സർഫസിലെ ആന്റിബോഡി നോക്കൂ നിങ്ങൾ. ഒരു സ്ട്രക്ചർ വെച്ച് മനസ്സിലാക്കുക. പ്ലാസ്മയുടെ സർഫസിലെ ആന്റിബോഡി ബിനെ നോക്കൂ നിങ്ങൾ. റെപ്രസെന്റ് ചെയ്തൊരു സ്ട്രക്ചർ നോക്കൂ നിങ്ങൾ. ഒരു Y ആകൃതിയിൽ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്? ആന്റിബോഡി B, ആന്റി B. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങൾ, A കെമിക്കൽ വന്നപ്പോൾ B ആന്റിബോഡി വന്നു. അപ്പൊ B ആന്റിജൻ വന്നപ്പോഴോ A ആന്റിബോഡി വന്നു. ഇതൊരു Y അപ്പിയറൻസ് അല്ല, ഇത് വേറൊരു സ്ട്രക്ചർ റെപ്രസെന്റേഷൻ ആ കൊടുത്തുള്ളത്. എങ്ങനെയാ കൊടുത്തുള്ളത്? ഓക്കെ, അപ്പൊ ഇതാണ് ഏത്? A ആന്റിബോഡി. അപ്പൊ A ആന്റിബോഡി എവിടെ വരിക? കൊമ്പുള്ളടത്ത് അഥവാ B ആന്റിജൻ ഉള്ളിടത്താണ് A ആന്റിബോഡി വരുന്നത്. എന്നാൽ AB യിലേക്ക് നോക്കും നിങ്ങൾ. A ആന്റിജനും ഉണ്ട്, B ആന്റിജനും ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉണ്ടയും കൊമ്പും ഉണ്ടെങ്കിൽ എന്തില്ല? ഒരു ആന്റിബോഡീസും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ആന്റിബോഡീസും ഇല്ലാത്തത് കൊണ്ട് എയും ബിയും ആന്റിജൻ വരികയും എന്നാൽ ആന്റിബോഡി ഇല്ല. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ആന്റിബോഡി ദ AB ഗ്രൂപ്പ് ബിക്കം യൂണിവേഴ്സൽ റെസിപ്പന്റ്. അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങൾ, ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ആന്റിജൻ O ഗ്രൂപ്പ് ബിക്കം യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നു. സോ അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ എത്തിയല്ലോ. ആൻസർ നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാ AB യൂണിവേഴ്സൽ റെസിപ്പന്റ് ആയത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ബോത്ത് A ആൻഡ് B ആന്റിജൻ ഓൺ RBC. എയും ബിയും ആന്റിജൻ RBCന്റെ സർഫസിൽ ഉണ്ട്. ബട്ട് നോ ആന്റിബോഡി ഇൻ ദ പ്ലാസ്മ. പ്ലാസ്മയിൽ എന്തില്ല? ആന്റിബോഡി ഇല്ല. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം അഥവാ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഓൾറെഡി NCERT RH ഫാക്ടറിനെ കുറിച്ച് വിളിക്കുന്നത് റീസസ് മങ്കി ഫാക്ടർ, റീസസ് മക്കാക്ക ഫാക്ടർ. അല്ലെ, A കെമിക്കൽ അല്ലാതെ B കെമിക്കൽ അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 80% ആളുകളിൽ മറ്റൊരു കെമിക്കൽ കാണപ്പെടുന്നു. അത് ആദ്യം കണ്ടത് റീസസ് മക്കാക്കാന്റെ ബോഡിയിലാണ് ആ കെമിക്കൽ. അതുകൊണ്ട് ആ കെമിക്കലിന് എന്ത് വിളിച്ചു? റീസസ് മക്കാക്ക ഫാക്ടർ അഥവാ RH ഫാക്ടർ എന്ന് വിളിച്ചു. RH ഫാക്ടർ പ്രസന്റ് ആയാൽ പോസിറ്റീവ് ആണ്, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ്സ് ഉണ്ടാക്കാം. നോക്ക്, ഇതൊരു RBCന്റെ സർഫസ് ആണെന്ന് വിചാരിക്കും. ഇതൊരു RBCന്റെ സർഫസ് ആണ് മക്കളെ. ഇതൊരു RBCന്റെ സർഫസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ RBCന്റെ സർഫസിനകത്ത് എന്തുണ്ട്? ഉണ്ടയുമുണ്ട്, അതുപോലെ തന്നെ ഉണ്ടയുമുണ്ട്, അതുപോലെ കൊമ്പുണ്ട്. അപ്പോൾ എയും ബിയും ആന്റിജൻ പ്രസന്റ് ആണ്. ഇനിയിപ്പോ ഞാൻ RH ഫാക്ടറിനെ ഞാൻ പുതിയൊരു സാധനമാക്കി മാറ്റാണ്. ഒരു കുരിശ് പോലുള്ള സാധനമാണ് RH ഫാക്ടർ എങ്കിൽ ഉണ്ടെങ്കിൽ ആ കുരിശ് പ്രസന്റ് ആയാൽ ആ കുരിശിനെ നിങ്ങൾ ഏത് ആന്റിജൻ ആയിട്ട് കാണാം? RH ആന്റിജനായി കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? A ഉണ്ട്, B ഉണ്ട്, RH ഉണ്ട്. അപ്പൊ AB പോസിറ്റീവ്. ഇനി RH ഇല്ലെങ്കിൽ AB നെഗറ്റീവ്. ഓക്കെ, ദെൻ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് NCERT പിന്നെ എന്ത് പറയുന്നുണ്ട്? എറിത്രോബ്ലാസ്റ്റോസ് ഫീറ്റാലിസ് പറയുന്നുണ്ട്. എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് മദർ പ്രഗ്നന്റഡ് വിത്ത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഫീറ്റൽ. Two blood groups are well protected by placenta. However, maybe there is a possibility to mismatching at the time of parturition delivery. അപ്പോ എന്ത് ചെയ്യും? അമ്മയുടെ അടുത്ത് RH പിന്നെ നെഗറ്റീവ് ആണ്, അഥവാ അമ്മയുടെ അടുത്ത് മങ്കി ഫാക്ടർ ഇല്ല, പക്ഷെ കുട്ടിൻ്റെ അടുത്ത് മങ്കി ഫാക്ടർ ഉണ്ട്. സോ എന്ത് ചെയ്യും? പാർച്ചുറേഷന്റെ സമയത്ത്, ഡെലിവറിന്റെ സമയത്ത് എന്ത് ചെയ്യും? കുട്ടിയുടെ അടുത്തുള്ള മങ്കി ഫാക്ടർ RH ഫാക്ടർ അമ്മന്റെ ബോഡിക്ക് വരും. അമ്മന്റെ ബോഡിയിലേക്ക് കയറുന്ന സമയത്ത് ആ RH എക്സ്പോഷർ കാരണം ആ ഡെലിവറിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മന്റെ ബോഡിയിൽ പ്രൈമറി റെസ്പോൺസ് നടക്കും. നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അമ്മന്റെ ബോഡിയിൽ ആന്റിബോഡി ഉണ്ടാകും. ഇൻ ഹെർ സബ്സിക്വന്റ് പ്രഗ്നൻസി, ദാറ്റ് മീൻസ് സെക്കൻഡ് പ്രഗ്നൻസി എന്ത് ചെയ്യും? ആവുമ്പോഴേക്കും അമ്മന്റെ ബോഡിയിൽ പ്രൈമറി റെസ്പോൺസിന്റെ ഭാഗമായി ഈ RH ഫാക്ടറിന് ആന്റിബോഡി ഉണ്ടാവും. അങ്ങനെ ആന്റിബോഡി ഉണ്ടായി കഴിഞ്ഞാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ പ്രശ്നമാവും. കുട്ടിയുടെ ബ്ലഡ് ക്ലോട്ട് ആവാനും കൊയാഗുലേറ്റ് ചെയ്യണം. അത് കാരണം ജോണ്ടിസിലേക്ക് നീങ്ങാനുള്ള റീസൺസും ഉണ്ട്. ഓക്കെ,
അപ്പോൾ അതുമായി റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു അല്ലേ? ഇതിന്റെ ആൻസർ പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഇസ് കൺസിഡേർഡ് എ യൂണിവേഴ്സൽ റെസിഡന്റ് ബിക്കോസ് ഹാസ് ഓപ്ഷൻ എ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആന്റിജൻ ഓൺ RBC ബട്ട് നോ ആന്റിബോഡി ഇൻ ദ പ്ലാസ്മ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ബ്ലഡ് കൊയാഗുലേഷനുമായി റിലേറ്റ് ചെയ്ത് ബ്ലഡ് ക്ലോട്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലഡ് ക്ലോട്ടിങ് അഥവാ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞ റിലേറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ. Fibrins are formed by the conversion of dash in dash by the enzyme. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ അകത്ത് ഇതൊരു NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്ലഡ് കൊയാഗുലേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റ്സിനെ വേണമെങ്കിൽ ഒരു പിന്നെ ചെറിയൊരു ചാർട്ട് റെപ്രസെന്റേഷനിലൂടെ പറയാം. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം പറയാം. നോക്കൂ നിങ്ങൾ. ഡാമേജ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സ് സെക്രീറ്റ് ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന സാധനം. ഇയാൾ ആക്റ്റീവ് ആകുമ്പോൾ വരുന്ന എൻസൈം ആണ് പ്രോത്രോംബിനേസ്. ഈ പ്രോത്രോംബിനേസ് ആക്റ്റീവ് ആക്കുന്ന സാധനമാണ് ഏതെന്നറിയോ? പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിൻ ത്രോംബോകൈനസ് റിയാക്ഷൻ വഴിയാണ് ആക്റ്റീവ് ആക്കുന്നത്? ത്രോംബിൻ ആക്റ്റീവ് ആക്കുന്നത്. ത്രോംബിൻ ആക്റ്റീവ് ആകുമ്പോൾ പ്ലാസ്മയിൽ ഇനാക്റ്റീവ് ആയി കിടന്ന ഫൈബ്രനോജൻ ആക്റ്റീവ് ആവും. ഫൈബ്രനോജൻ വാട്ടറിൽ സോലുബിൾ ആണ്. ബ്ലഡിൽ വലിയൊരു എമൗണ്ട് വാട്ടർ ആയതുകൊണ്ട് ഫൈബ്രനോജൻ എന്ത് ചെയ്യാൻ പറ്റൂല? ക്ലോട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റൂല. ഫൈബ്രനോജൻ കൺവേർട്ടഡ് ഇൻ ടു ഫൈബ്രിൻ ആയിട്ട് മാറും. ഫൈബ്രിനാണ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന്റെ ഫോം. ഇതൊന്നല്ല, 13ഓളം ഫാക്ടർ ബ്ലഡ് കൊയാഗുലേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. ഡാമേജ്ഡ് ആയുള്ള പ്ലേറ്റ്ലെറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഇയാൾ ആക്റ്റീവ് ആകുമ്പോൾ വരുന്ന ആളാണ് പ്രോത്രോംബിനേസ്. ഈ പ്രോത്രോംബിനേസ് വന്നിട്ടാണ് ഹെപ്പാരിനെ ഇനാക്റ്റീവ് ആക്കുന്നതും പ്രോത്രോംബിനെ ആക്റ്റീവ് ആക്കുന്നതും. പിന്നീട് പ്രോത്രോംബിൻ ത്രോംബോകൈനസ് റിയാക്ഷൻ വഴി ത്രോംബിൻ ആക്റ്റീവ് ആക്കുക ചെയ്യുന്നത്. ത്രോംബിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് പ്ലാസ്മയിൽ ഇനാക്റ്റീവ് ആയി കിടന്ന ഫൈബ്രനോജൻ ആക്റ്റീവ് ആവുകയും ഫൈബ്രനോജൻ കൺവേർട്ടഡ് ടു ഫൈബ്രിൻ ആയി മാറുന്നത്. ഇവിടെ ഈ ത്രോംബോകൈനസ് റിയാക്ഷൻ ദാറ്റ് ഇസ് ദ കണ്ടിന്യൂസ് എൻസൈമാറ്റിക് റിയാക്ഷൻ, അതിനെയാണ് കസ്കഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു റിവേഴ്സ് ചെയ്ത് പോരുന്ന ആ ഒരു സാധനമാണ്, ഇപ്പൊ ആരോട്ട് ഞാൻ കണ്ടില്ല, ഈ റിവേഴ്സ് ചെയ്ത് പോരുന്ന ആ സാധനമാണ് കസ്കഡ് റിയാക്ഷൻ, കണ്ടിന്യൂസ് എൻസൈമാറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിനി ഈ ഒരു പിന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരും? നോക്കൂ നിങ്ങൾ. ഫൈബ്രിൻസ് ആർ ഫോംഡ് ബൈ കൺവേർഷൻ. ഫൈബ്രിൻസ് ആർ ഫോംഡ് ബൈ കൺവേർഷൻ ഓഫ് ഡാഷ് ഇൻ ഡാഷ് ബൈ ദ എൻസൈം ഡാഷ്. ഇതല്ലേ കൊടുത്തിരിക്കുന്നത്? നോക്കൂ മക്കളെ, നിങ്ങളെ NCERTയുടെ 196 പേജില് 2ാമത്തെ പാരഗ്രാഫിനകത്തുള്ള 9ാമത്തെ ലൈൻ എടുക്കുക. 196 2ാമത്തെ പാരഗ്രാഫ് 9ാമത്തെ ലൈന്. എന്താ അതിനകത്ത് കാണുന്നത്? നിങ്ങൾ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറഞ്ഞു, ഞാൻ എഴുതിയതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്കി നിങ്ങൾ, ഫൈബ്രിൻ എപ്പോഴാണ് ഉണ്ടായത്? നേരത്തെ എഴുതിയതിനെ നേരെ റിവേഴ്സ് ചെയ്ത ഫൈബ്രിൻ ആരാ ആക്റ്റീവ് ആക്കിയത്? ഫൈബ്രനോജൻ ആക്റ്റീവ് ആയപ്പോഴാണ് ഫൈബ്രിൻ ഉണ്ടായത്. ഫൈബ്രനോജൻ ആരാ ആക്റ്റീവ് ആക്കിയത്? ത്രോംബിനാണ് ആക്റ്റീവ് ആക്കിയത്. ത്രോംബിൻ എങ്ങനെ ആക്റ്റീവ് ആക്കിയത്? പ്രോത്രോംബിൻ ത്രോംബോകൈനസ് റിയാക്ഷൻ വഴിയാണ്. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്താ വരിക? ഫൈബ്രിൻസ് ആർ ഫോംഡ് ബൈ ദി കൺവേർഷൻ ഓഫ് ഫൈബ്രനോജൻ ഇൻ ദ പ്ലാസ്മ ബൈ ദ എൻസൈം ത്രോംബിൻ. അതാ ഞാൻ പറഞ്ഞ ആ 9ാമത്തെ ലൈൻ, അതങ്ങനെ. ഓക്കെ, സോ ഇതാണ് ബ്ലഡ് കൊയാഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്ത് കിടക്കുന്ന റെപ്രസെൻറ്റേഷനാണ് കൊടുത്തുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിംഫ് ക്യാൻ ബി ഡിഫൈൻ ആസ്, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തത്. ലിംഫ് ക്യാൻ ബി ഡിഫൈൻ ആസ് ബ്ലഡ് മൈനസ് കോപ്പസെൽ, ബ്ലഡ് മൈനസ് പ്ലാസ്മ, ബ്ലഡ് മൈനസ് WBC, ബ്ലഡ് മൈനസ് RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അഥവാ ഇവിടെ ഈ പറയുന്ന എന്താ പറയുക, ബ്ലഡ് കൊയാഗുലേഷൻ കഴിഞ്ഞ NCERT പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം ഏതാണ്? ലിംഫാറ്റിസിസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ലിംഫാറ്റിസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് ഒരാളുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ്. NCERTയുടെ 197ാമത്തെ പേജിലാണ് ലിംഫിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ലിംഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻഡസ്ട്രിയൽ സ്പേസ് എന്ന് അറിയണം. ആ ഇൻഡസ്ട്രിയൽ സ്പേസിൽ എങ്ങനെയാണ് ലിംഫ് കാപ്പിലറി എടുക്കുന്നത്, ബ്ലഡ് കാപ്പിലറിക്ക് പാരലൽ ആയിട്ട് എങ്ങനെയാണ് ലിംഫ് കാപ്പിലറി നിൽക്കുന്നത്, എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്, ദെൻ ആ ഫ്ലൂയിഡ് എങ്ങനെ ലിംഫിന്റെ കാപ്പിലറിൽ എത്തുന്നു, വെസൽസിൽ എത്തുന്നു, അതെങ്ങനെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നു, അതെങ്ങനെ ഡ്രൈൻ ബാക്ക് ചെയ്തിട്ട് മേജർ വെയിനിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നോക്കൂ, നിങ്ങൾ ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ടിഷ്യൂ സെൽസ് കൊടുത്തിട്ടുണ്ട്. ആ ടിഷ്യൂ സെൽസിൽ അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസും അതുപോലെ തന്നെ ലിംഫിൻ്റെ കാപ്പിലറീസ് എല്ലാം റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പിക്ചറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താണ്. നിങ്ങൾ ഇവിടെയുള്ള ടിഷ്യൂ സെൽസിന്, ഈ ഇമേജിലുള്ള ടിഷ്യൂ സെൽസിനെ ശ്രദ്ധിക്കേണ്ട. പകരം നോക്കൂ, നിങ്ങൾ ഇത് ഞാനിട്ട് ഈ ഒരു ബോക്സ് ഒരു ടിഷ്യൂ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ദെൻ ഇത് അടുത്തൊരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടിഷ്യൂസിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിന്, അഥവാ ഈ ബ്ലഡ് സെൽസ്, ബ്ലഡ് കാപ്പിലറീസും ലിംഫിൻ്റെ കാപ്പിലറീസ് ഒക്കെ നിൽക്കുന്ന ഈ നടുവിലെ സ്പേസിനെ നമ്മൾ ഇൻഡർസ്റ്റേഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഈ ടിഷ്യൂസിൻ്റെ ഇടയിലുള്ള ഇൻഡർസ്റ്റേഷ്യൽ സ്പേസിലൂടെ ബ്ലഡിൻ്റെ കാപ്പിലറീസ് പാസ് ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ബ്ലഡ് കാപ്പിലറീസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ബ്ലഡ് കാപ്പിലറിക്ക് പാരലലായിട്ട് ലിംഫിൻ്റെ കാപ്പിലറിയും പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബ്ലഡ് കാപ്പിലറിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ കാപ്പിലറിലേക്ക് അകത്തുള്ള വാട്ടർ ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ്, അഥവാ ബ്ലഡിലുള്ള വാട്ടർ ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് ഈ ബ്ലഡ് കാപ്പിലറിയുടെയും ലിംഫ് കാപ്പിലറിയും നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് ഡിസോൾവ് ആകും. അങ്ങനെ ഡിസോൾവ് ആകുന്ന ഫ്ലൂയിഡാണ് ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് അഥവാ ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. സോ ആ ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് അവിടെ നിന്ന് അത് എവിടേക്ക് കയറും? ലിംഫിന്റെ കാപ്പിലറിലേക്ക് കയറും. അപ്പൊ ഇൻഡസ്ട്രിയൽ സ്പേസ് ഒക്കെ ഡിസോൾവ് ചെയ്ത ഫ്ലൂയിഡ് പിന്നീട് ലിംഫിന്റെ കാപ്പിലറിലേക്ക് കയറും. ലിംഫിന്റെ കാപ്പിലറിയുടെ നെറ്റ്വർക്കാണ് ലിംഫിന്റെ വെസൽസ്. അപ്പൊ ലിംഫിന്റെ കാപ്പിലറികളെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് പിന്നീട് എന്താവുന്നുണ്ട്? ലിംഫിന്റെ വെസൽസ് ആയിട്ട് മാറുന്നുണ്ട്. ആ ലിംഫിന്റെ വെസൽസിന്റെ ഇലോബറേറ്റ് നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിംഫാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നോക്കൂ, നിങ്ങൾ ഇത്തരത്തിൽ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നോക്കൂ, ഇതൊരു ടിഷ്യൂ, ഇതടുത്തൊരു ടിഷ്യൂ. ഈ ടിഷ്യൂസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇൻഡസ്ട്രിയൽ സ്പേസ്. ഇതിലൂടെ ആര് പാസ് ചെയ്യുന്നു? ഇതിലൂടെ ബ്ലഡിൻ്റെ കാപ്പിലറി പാസ് ചെയ്യുന്നു. ഈ പാസ് ചെയ്യുന്ന ബ്ലഡ് കാപ്പിലറിക്ക് പാരലായിട്ട് ആര് പാസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് കാപ്പിലറിക്ക് പാരലായിട്ട് ലിംഫിൻ്റെ കാപ്പിലറീസ് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇതുപോലെ ലിംഫിൻ്റെ കാപ്പിലറീസ് വരുന്നുണ്ട്. ഈ ലിംഫിൻ്റെ കാപ്പിലറികളെല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ നമുക്കതിനെ എന്താക്കി പറയാൻ പറ്റും? ലിംഫ് കാപ്പിലറി കൂടി ചേർന്ന് ലിംഫിൻ്റെ വെസൽസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റും. ലിംഫിൻ്റെ കാപ്പിലറീസ് കൂടി ചേർന്ന് ലിംഫിൻ്റെ വെസൽസ് ഉണ്ടാക്കുമെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് വാട്ടർ ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് എവിടേക്ക് ചാടുകയാണ്? ബ്ലഡ് കാപ്പിലറിൽ നിന്ന് വാട്ടർ ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് ചാടുകയാണ്. അങ്ങനെ ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ സ്പേസിൽ നിന്ന് പിന്നീട് ലിംഫിൻ്റെ കാപ്പിലറി കയറുകയാണ്. ലിംഫിൻ്റെ കാപ്പിലറിലൂടെ അത് എവിടെ എത്താണ്? ലിംഫിൻ്റെ വെസൽസിലെത്താണ്. സോ അങ്ങനെയാണെങ്കിൽ ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ ലിംഫാറ്റിക് സിസ്റ്റം ദാറ്റ് ഈസ് കോൾഡ് ലിംഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് NCERT പറയുന്നുണ്ട്. നോക്കൂ, ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് ചാടി, ഇൻഡസ്ട്രിയൽ സ്പേസിൽ നിന്ന് ലിംഫ് കാപ്പിലറിലേക്ക് ചാടി, ലിംഫ് കാപ്പിലറിയുടെ നെറ്റ്വർക്കാണ് ഏത്? ലിംഫ് വെസൽസ്. ലിംഫ് വെസൽസിന്റെ ഇലോബറേറ്റ് നെറ്റ്വർക്കാണ് ഏത്? ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ലിംഫിന്റെ വെസൽസിൽ ഫ്ലൂയിഡ് എത്തി എന്ന് പറഞ്ഞാൽ അത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. സോ ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ ലിംഫാറ്റിക് സിസ്റ്റം ദാറ്റ് ഈസ് കോൾഡ് ലിംഫ്. ഇനി NCERT പറയുന്ന മറ്റൊരു കൺസെപ്റ്റ്സ് ഉണ്ട്. ഇത് ഈ പറയുന്ന ലിംഫ് വെസൽസിലുള്ള ഫ്ലൂയിഡ് ഡ്രൈൻ ബാക്ക് ടു മേജർ വെയിനിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈൻ ബാക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷനിൽ നോക്കൂ, നിങ്ങൾ കുറേ ലിംഫ് വെസൽസുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ലിംഫ് വെസൽസുകളെല്ലാം നമ്മുടെ ശരീരത്തിലെ ഈ ലിംഫ് വെസൽസുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത് 2 ലിംഫിന്റെ ഡക്റ്റിലേക്കാണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂട്ടോ, 2 ലിംഫ് ഡക്റ്റിലേക്കാണ്. ശരീരത്തിൽ ഒരുപാട് ലിംഫ് വെസൽസ് കിടക്കുന്നുണ്ട്.
ഈ ലിംഫ് വെസൽസുകൾ ഓപ്പൺ ചെയ്യുന്നത് രണ്ട് ഡക്റ്റിലോട്ടാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഇതാണ് റൈറ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതാണ് ലെഫ്റ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫ് വെസൽസുകൾ ഓപ്പൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ റൈറ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റിക്കാവും, ലെഫ്റ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റിക്കാവും. അത് ഓപ്പൺ ചെയ്യുന്ന പാറ്റേൺ ഒക്കെ ഉണ്ട്, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഹെഡിന്റെ റൈറ്റ് സൈഡ് നിന്ന്, റൈറ്റ് തൊറാക്സ് നിന്ന്, റൈറ്റ് ഹാൻഡ് എന്നൊക്കെ റൈറ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് തൊറാക്സ് നിന്ന്, ലെഫ്റ്റ് നെക്ക് നിന്ന്, ലെഫ്റ്റ് ഹാൻഡ് നിന്ന്, അബ്ഡം എന്ന് രണ്ട് കാലും എന്നൊക്കെ ലിംഫ് വെസൽസ് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് തൊറാസിക് ലിംഫ് ഡക്റ്റിലേക്കാണ്. ഈ തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊറാസിക്കിന്റെ ഡക്റ്റ് പിന്നീട് ഓപ്പൺ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ, ഈ തൊറാസിക്കിന്റെ ഡക്റ്റിന് ശ്രദ്ധിക്കൂ, ഈ സാധനം ഇങ്ങനെ പോയിട്ട് ഓപ്പൺ ചെയ്യണം. നോക്കൂ നിങ്ങൾ, ഒരു നീല പൈപ്പിനെ കണക്ട് ചെയ്യുന്നുണ്ട്, അതാണ് സബ്ക്ലാവിയൻ വെയിൻ. സബ്ക്ലാവിയൻ ആർട്ടറിയും സബ്ക്ലാവിയൻ വെയിനും നിങ്ങൾക്കറിയാം. കയ്യിലേക്ക് പോകുന്നത് സബ്ക്ലാവിയൻ ആർട്ടറി ആണെങ്കിൽ തിരിച്ചവിടുന്ന് ഡിയോക്സ് ബ്ലഡുമായി വരുന്ന സബ്ക്ലാവിയൻ വെയിൻ ആണ്. അത് റൈറ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് റൈറ്റ് സബ്ക്ലാവിയൻ വെയിനെ കണക്ട് ചെയ്യും. റൈറ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് റൈറ്റ് സബ്ക്ലാവിയൻ വെയിനെ കണക്ട് ചെയ്യും. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് ലെഫ്റ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റോ, ലെഫ്റ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് ലെഫ്റ്റ് സബ്ക്ലാവിയൻ വെയിനെയും കണക്ട് ചെയ്യും. സോ ദാറ്റ് മീൻ ഇവിടെ ശ്രദ്ധിക്കും കേട്ടോ, ഈ റീജിയൻ നോക്ക്, ലെഫ്റ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് ഇടത്തെ കൈയുമെന്ന് ഡിയോക്സ് ബ്ലഡുമായിട്ട് വരുന്ന ലെഫ്റ്റ് സബ്ക്ലാവിയൻ വെയിനെ കണക്ട് ചെയ്തു. ഇയാളോ റൈറ്റ് തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് വലത്തെ കൈയുമെന്ന് ഡിയോക്സ് ബ്ലഡുമായി വരുന്ന റൈറ്റ് സബ്ക്ലാവിയൻ വെയിനെയും കണക്ട് ചെയ്തു. അങ്ങനെ വെയിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെയിൻ എവിടെയൊക്കെ ഓപ്പൺ ചെയ്യുക, വിനക്കാവയിലേക്കാണ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ടാണ് ഡ്രൈം ബാക്ക് ടു മേജർ വെയിൻ എന്ന് പറയുന്നത്. കാരണം മേജർ വെയിൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? വിനക്കാവയാണ് മേജർ വെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു നെറ്റ്വർക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡ്രൈം ബാക്ക് ടു മേജർ വെയിൻ എന്നുള്ള കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഇനി ഇതിനകത്തുള്ള ലിംഫിനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കൂ നിങ്ങൾ, ഇതും സെയിം പിക്ചർ തന്നെയാണ്. സബ്ക്ലാവിയൻ വെയിനുകളിലേക്ക് തൊറാസിക്കിന്റെ ഡക്റ്റുകൾ ഓപ്പൺ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഇമേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ ത്രൂ ഔട്ട് നെറ്റ്വർക്ക് ആയിട്ട് എടുക്കുന്നത് കുറേ ചെറിയ ബീൻ ഷേപ്ഡ് സ്ട്രക്ചറുകൾ കാണാം. ഈ ബീൻ ഷേപ്ഡ് സ്ട്രക്ചറുകളാണ് ഏത്? ലിംഫിന്റെ നോഡുകൾ. ഈ എടുക്കുന്ന ബീൻ ഷേപ്ഡ് സ്ട്രക്ചറുകളാണ് ലിംഫിന്റെ ലിംഫ് നോഡ്സുകൾ എന്ന് പറയുന്നത്. അവിടെ സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈസുകളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ലിംഫിന്റെ നോഡുകൾക്കകത്ത് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈസുകൾ ഉണ്ട് എന്ന് NCERTയുടെ 197-ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ അടി നിങ്ങളുടെ നാലാമത്തെ ലൈൻ അടിന്ന് ഫസ്റ്റ് പാരാഗ്രാഫിന്റെ അടിയിൽ നാലാമത്തെ ലൈനകത്ത് കാണിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ലിംഫോസൈസുകൾ പ്രസന്റ് ആണ് ലിംഫിൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡും ലിംഫും തമ്മിലുള്ള വ്യത്യാസം എന്താകും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ റൈറ്റും ലെഫ്റ്റും തൊറാസിക്കിന്റെ ലിംഫ് ഡക്റ്റ് സബ്ക്ലാവിയൻ വെയിന് ലിങ്ക് ചെയ്യുന്ന മറ്റു റെപ്രസെന്റേഷൻ ആണ് കാണിച്ചുള്ളത്. ബ്ലഡും ലിംഫും തമ്മിലുള്ള വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പിന്നെ റെഡ് കളറാണ് കാരണം RBC ഉണ്ട്, ലിംഫ് കളർലെസ് ആണ് കാരണം RBC ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് ഒപ്പാക്ക് ആണ്, ലൈറ്റിനെ കടത്തിവിടാത്ത ആളാണ്. ലിംഫ് എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. അതുപോലെ തന്നെ ബ്ലഡ് വിസ്കസ് ആണ്, ലെസ് വിസ്കസ് ആണ് ലിംഫ് വരുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലഡ് റെഡ് കളർ ആകാൻ കാരണം തന്നെ RBC ഉള്ളത് കൊണ്ടാണ്, എറിത്രോസൈസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ലിംഫിനകത്ത് എറിത്രോസൈസ് ഇല്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ബ്ലഡിനകത്ത് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, ലിംഫിനകത്ത് പ്ലേറ്റ്ലെറ്റ്സും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും കുറെ റെപ്രസെന്റേഷൻസ് വരുന്നുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതിനകത്ത് നോക്കി നിങ്ങൾ ഈ ഫങ്ഷൻസ് പറയുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഫങ്ഷൻസ് ബ്ലഡ് പറയുമ്പോൾ റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് pH മെയിൻറ്റെയിൻ നമുക്ക് പറയാൻ പറ്റും. ലിംഫ് പറഞ്ഞ സമയത്ത് നമുക്ക് അത് ബ്ലഡ് അബ്സോർബ് ചെയ്യാത്ത ഫാറ്റി സബ്സ്റ്റൻസുകളെ എന്ത് ചെയ്യും? ലിംഫ് അബ്സോർബ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ എന്താ പറയും, സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഡിഫൻസ് മെക്കാനിസമായി റിലേറ്റഡ് ഉള്ള ഫങ്ഷൻസും കൂടി ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, ലിംഫ് ക്യാൻ ബി ഡിഫൈൻ ആസ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ ലിംഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോയത്. സോ ലിംഫ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മൈനസ് കോർപ്പസൽ, ബ്ലഡ് നിന്ന് RBC മാത്രം കുറച്ചതാണ് ലിംഫ് എന്ന് പറയുന്നു. ബ്ലഡ് മൈനസ് പാസ്മയാണെന്ന് പറയുന്നു, ബ്ലഡ് മൈനസ് WBC ആണെന്ന് പറയുന്നു, ബ്ലഡ് മൈനസ് RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് പറയുന്നു. സോ കറക്റ്റ് ആൻസർ ഏതാ വരിക? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ബ്ലഡ് മൈനസ് RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഏത്? ലിംഫ് എന്ന് പറയുന്നത്. കാരണം WBC വരുന്നുണ്ട്, WBCന്റെ ഭാഗമാണ് ഏത്? ലിംഫോസൈസ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 197-ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അടി നിങ്ങളുടെ
നാലാമത്തെ ലൈൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ലിംഫോസൈസുകൾ ലിംഫിലുണ്ട് എന്ന് കാണാൻ പറ്റും. ലിംഫോസൈസിൽ തന്നെ പിന്നെ ഈ ലിംഫോസൈസ് ലിംഫിലുണ്ട് പറഞ്ഞാൽ WBC ലിംഫിലുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ശരിക്കും ലിംഫിൽ കാണപ്പെടുന്ന WBCകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന WBC ലിംഫോസൈസ് ആണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന WBC ന്യൂട്രോഫിലുമാണ്. ഓക്കെ, സോ നമുക്ക് ലിംഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അനിമൽസ് ഹാവ് ടു സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്വേ? സർക്കുലേറ്ററി പാത്വേ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയാ? സർക്കുലേറ്ററി പാത്വേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിംഫിന് ശേഷം പേജ് നമ്പർ 197 തന്നെ, പുതിയ NCERTയുടെ 197 പേജിൽ തന്നെയാണ്. ഈ സർക്കുലേറ്ററി പാത്വയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറിലേക്ക് വരാം, നമ്മൾ തിയറി പറയാം. നോക്കൂ നിങ്ങൾ, ആദ്യം ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുന്ന അനിമൽ കിണ്ടത്തിലാണ്. ഓക്കെ, അനിമൽ കിണ്ടത്തിന്റെ 2ാമത്തെ പേജിനകത്ത് എന്താണ് സർക്കുലേഷൻ അഥവാ ഓർഗാൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം എല്ലാ സിസ്റ്റവും ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പിന്നീട് പോയി കിടക്കണം എവിടെയാണ്? ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 197 പേജിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് വാട്ട് ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ? അനിമൽ കിണ്ടത്തിൽ പറഞ്ഞ ബ്ലഡ് ഫ്ലോ ത്രൂ ഔട്ട് ഓഫ് ദി ഹാർട്ട് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനെ കുറിച്ച്? blood pumped by heart through large vessels, blood pumped by heart through large vessel, then open into a space, that space is called, that is cavity is called sinuses. ഇതാണ് 197 ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന NCERTയുടെ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ നിങ്ങൾ, ആർത്രോപോഡ്സിലും മൊളസ്കസിലുമാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ എന്ന് പറയുന്നുണ്ട്. കോക്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് കോക്രോച്ചിന്റെ ട്യൂബുലാർ ഹാർട്ട് ആണെങ്കിൽ ഈ ഹാർട്ട് നോക്കൂ നിങ്ങൾ, ബ്ലഡിനെ എങ്ങനെ പമ്പ് ചെയ്തിട്ട് അതൊരു ക്യാവിറ്റിയിലേക്ക്, ആ ബ്ലഡ് വന്ന് പമ്പ് ചെയ്ത് ചാടുന്ന ഒരു ക്യാവിറ്റിയിലേക്കാണ്. ഈ ക്യാവിറ്റിയെ ഹീമോസീൽ എന്ന് വിളിക്കും. കോക്രോച്ചിന്റെ ഈ ക്യാവിറ്റിയെ ഹീമോസീൽ എന്ന് വിളിക്കും. കാരണം കോക്രോച്ചിന്റെ സൈനസസ് ആണ് കോക്രോച്ചിന്റെ ക്യാവിറ്റി ആവുന്ന ഹീമോസീൽ. അത് ഹീമോസീൽ ആകുന്നത് അതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ഹീമോ ലിംഫ് ആയതുകൊണ്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്തു, അത് ലാർജ് സ്പേസ് ആകുന്ന ക്യാവിറ്റിക്ക് അഥവാ സൈനസസ്ക്ക് ചാടി, ആ സൈനസിന് ഹീമോസീൽ എന്ന് പറയും. സീലം അഥവാ ക്യാവിറ്റി, ഹീമോ ലിംഫ് ഒഴുകുന്ന ക്യാവിറ്റി ഹീമോസീൽ. ഇനി ഇതിലൂടെ നോക്കൂ നിങ്ങൾ, ഈ ക്യാവിറ്റിയിൽ മറ്റു ടിഷ്യൂസും ഓർഗാൻസും എല്ലാം ഉണ്ടാവും. ആ ടിഷ്യൂസിന് ഓർഗാൻസിന്റെ മേലെ കൂടെ ഈ ഹീമോലിംഫ് എന്ത് ഒഴുകുമ്പോഴാണ് അനിമൽ കിണ്ടത്തിലെ കൺസെപ്റ്റ്സ് ആകുന്ന ഡയറക്ട്ലി ബാത്ത്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഇതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. സോ ഇപ്പൊ നമ്മള് ഒരു തോട്ടിൽ ഇറങ്ങി ഇരിക്കാന്ന് വിചാരിക്കുക. തോട്ടിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ മേലെ കൂടെ, തോട് ഒരു ഓപ്പൺ ക്യാവിറ്റി ആയിട്ട് കണ്ടിട്ട് നമ്മളെ മേലെ കൂടെ വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ അതൊരു ഡയറക്ട്ലി ബാത്ത്ഡ് ആണ്. ഓക്കെ, സോ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആർത്രോപോഡ്സിലും മൊളസ്കസിലും ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ നടക്കുന്നു. എന്നാൽ അനലിഡ്സിലും കോഡേക്സിലും ഒക്കെ എന്താണ്? ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. നമുക്കറിയാം ത്രൂ ഔട്ട് ബോഡിയിൽ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് പോവുകയാണെങ്കിൽ അത് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. അയോട്ട, ആർട്ടറി, ആർട്ടീരിയോൾ, സ്കാപ്പുലറി, വെന്യൂൾസ്, വെയിൻസ്, വിനക്കാവ, ഇങ്ങനെ നെറ്റ്വർക്ക്. ആക്ച്വലി ഇതന്നെ ഡിഫറെന്റ് ആർട്ടറീസ് ഉണ്ട്, ഡിഫറെന്റ് വെയിൻസ് ഉണ്ട്. ഇങ്ങനെ നെറ്റ്വർക്ക്, ത്രൂ ഔട്ട് നെറ്റ്വർക്ക് ആയിട്ട് ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ ആണ്. അപ്പോൾ അനലിഡ്സിലും കോഡേറ്റ്സിലൊക്കെ നടക്കുന്ന ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ആണ്. നോക്കൂ മക്കളെ, അങ്ങനെയാണെങ്കിൽ അവിടെ ആ 197 പേജിൽ സർക്കുലേറ്ററി പാത്വേന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനും ക്ലോസ് ടൈപ്പ് സർക്കുലേഷനും എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം പിന്നീട് സർക്കുലേറ്ററി പാത്വേയുമായി റിലേറ്റ് ചെയ്തിട്ട് വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ അഥവാ മിക്സഡ് സർക്കുലേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിൾ സർക്കുലേഷനും പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ ആരെല്ലാം നടക്കുന്നത്? ഫിഷസിൽ നടക്കുന്ന സർക്കുലേഷൻ ആണ് വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ. അഥവാ ഹാർട്ടിലൂടെ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ബ്ലഡ് പമ്പ് ചെയ്ത് കയറി പോവുക. ദാറ്റ് ഈസ് ദ വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ. നോക്കൂ നിങ്ങൾ, ഫിഷസിന്റെ കേസിൽ ഇത് 2 ചേമ്പേർഡ് ഹാർട്ട് ആണെന്ന് നമുക്കറിയാം. ഒരു അഡ്രിയം ഉണ്ടാകും, ഒരു വെൻട്രിക്കിൾ ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ ദ അഡ്രിയം റിസീവ് ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അഡ്രിയം റിസീവ് ചെയ്യുന്ന ഡീഓക്സിഡ് ബ്ലഡ് അഡ്രിയം ആർക്ക് കൊടുക്കും? വെൻട്രിക്കിളിന് കൊടുക്കും. സോ വെൻട്രിക്കിൾ പമ്പ് ചെയ്ത് ഔട്ട് ചെയ്യുന്നതും ഏത് ബ്ലഡ് ആണ്? ഡീഓക്സിനേറ്റ് ബ്ലഡ് ആണ്. ആ ഡീഓക്സിനേറ്റ് ബ്ലഡ് നേരെ എവിടേക്ക് പോകും? ഗിൽസിലേക്ക് പോകും. ഗിൽസിലേക്ക് പോകുമ്പോൾ ആ ഡിയോക്സ് ബ്ലഡ് എന്തായിട്ട് മാറും? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറും.
ആ ഓക്സിജൻ ബ്ലഡ് നേരെ എന്ത് ചെയ്യും? ബോഡി പാർട്സിലേക്ക് അഥവാ ഫിഷസിന്റെ ടിഷ്യൂസിലേക്ക് പോകും. ടിഷ്യൂസ് ഓക്സിജനെ സ്വീകരിച്ചാൽ വീണ്ടും തിരിച്ച് ഏത് ബ്ലഡ് കൊടുക്കും? ഡിയോക്സ് ബ്ലഡ് കൊടുക്കും. ആ ഡിയോക്സ് ബ്ലഡ് ആര് സ്വീകരിക്കും? അഡ്രിയൻ സ്വീകരിക്കും. അഡ്രിയൻ വെൻട്രിക്കിളിൽ കൊടുക്കും. നോക്കൂ മക്കളെ, ഹാർട്ടിലൂടെ ഒരൊറ്റ ഡിറക്ഷനിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഡിറക്ഷണൽ സർക്കുലേഷൻ അല്ലെങ്കിൽ യൂണിഡയറക്ഷണൽ സർക്കുലേഷൻ ഓർ സിംഗിൾ ഡയറക്ഷണൽ സർക്കുലേഷൻ. സോ യൂണിഡയറക്ഷണൽ, സിംഗിൾ ഡയറക്ഷണൽ, വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഫിഷസ് ആണ്. ബിക്കോസ് ഫിഷസിന് എന്തേ ഉള്ളൂ? 2 chambered ഹാർട്ടേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അഡ്രിയം ഉണ്ട്, വെൻട്രിക്കിൾ ഉണ്ട്. അഡ്രി നോക്ക്, ബോഡിയുടെ പാർട്സിൽ നിന്നും വെയിൻസ് വഴി അഡ്രിയത്തിലേക്ക് ഡിയോക്സ് ബ്ലഡ് വന്നു. അത് വെൻട്രിക്കിളെത്തി, വെൻട്രിക്കിൾ അതിന് പമ്പ് ചെയ്ത് ഗിൽസ് കൊടുത്തു. ബ്ലഡ് ഓക്സിനേറ്റഡ് ആയി, ഓക്സ് ബ്ലഡ് ആർട്ടറിയിലൂടെ പോയി, അത് വീണ്ടും ടിഷ്യൂസിന്റെ പാർട്സിലെത്തി, കാപ്പിലറീസ് അങ്ങനെ ടിഷ്യൂസിലേക്ക് പോകുന്നത്, ബോഡി പാർട്സിലേക്ക് പോയി, അത് വീണ്ടും ഡിയോക്സിനേറ്റഡ് ആയി. ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരൊറ്റ ഡിറക്ഷനിലുള്ള സർക്കുലേഷൻ ആണ്. ഇതാണ് വൺ ഡിറക്ഷണൽ സർക്കുലേഷൻ. ഇത് ഫിഷസിൽ നടക്കുന്നു. എന്നാൽ നമ്മൾ ആംഫീബിയൻസിന്റെ കേസ് എടുത്താൽ, ഫ്രോഗ് ഉൾപ്പെടെയുള്ള ആംഫീബിയൻസിന്റെ കേസ് എടുത്താൽ അവിടെ നടക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ അഥവാ മിക്സ്ഡ് സർക്കുലേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ഡബിൾ എന്ന് പറയാൻ കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സെപ്പറേറ്റ് പാത്വയിലൂടെയാണ്. പക്ഷെ അത് പിന്നീട് പോകുന്നത് സിംഗിൾ ഒരൊറ്റ വഴിയിലൂടെയാണ്. 2 ലൈനിലൂടെ വന്ന് ഒറ്റ ലൈനിലൂടെ തിരിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ് ഡബിൾ എന്ന് വിളിക്കുന്നത് വേണ്ടി വരുന്നത്. സോ അങ്ങനെയാണ് ഇവിടെ നോക്കുക, എങ്ങനെയാണ് ആംഫിബിയൻസിന്റെ സർക്കുലേഷൻ എങ്ങനെ നടക്കും നോക്കൂ. ഇപ്പൊ ഫ്രോഗിന്റെ കേസിൽ ഹാർട്ടിന് 3 chambered ഹാർട്ടാണ് വരുന്നത്. നോക്കൂ മക്കളെ, റൈറ്റ് 3 chambered ഹാർട്ട് എന്ന് പറയുമ്പോൾ റൈറ്റ് അഡ്രിയം, ലെഫ്റ്റ് അഡ്രിയം, ഒരു സിംഗിൾ വെൻട്രിക്കിൾ. നോക്കൂ, ഈ കാണുന്ന റൈറ്റ് അഡ്രിയം ബോഡി പാർട്സ് നിന്ന് ഡിയോക്സിനൽ ബ്ലഡിന് എടുക്കുന്നു, അത് ഈ സിംഗിൾ വെൻട്രിക്കിളിലേക്ക് കൊടുക്കുന്നു. എന്നാൽ ലെൻസ് എന്നും സ്കിന്നും ഒക്കെ ആയിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് വരുന്നു, അതും വെൻട്രിക്കിൾ എത്തുന്നു. അങ്ങനെ റൈറ്റ് അഡ്രിയൻ റിസീവ് ചെയ്ത ഡിയോക്സിൻ ബ്ലഡും ലെഫ്റ്റ് അഡ്രിയൻ റിസീവ് ചെയ്ത ഓക്സിജൻ ബ്ലഡും ഒരു സിംഗിൾ വെൻട്രിക്കിൾ വന്ന് മിക്സ് ആയിട്ട് കയറി പോകുന്നത് കൊണ്ടാണ് അതിനെ മിക്സ്ഡ് സർക്കുലേഷൻ അഥവാ 2 വഴിയിലൂടെ വന്ന് ഒരു വഴിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മിക്സ്ഡ് ബ്ലഡ് ആണ് വെൻട്രിക്കിൾ പമ്പ് ചെയ്ത് കയറി പോകുന്നത്. ആ വെൻട്രിക്കിളിന് മിക്സ് ചെയ്ത് കയറി പോകുന്ന വെൻട്രിക്കിളിന് കയറി പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡിന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കയറി പോകുന്ന ബ്ലഡിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്ക് നിങ്ങൾ, വെൻട്രിക്കിളിന് മിക്സ്ഡ് ബ്ലഡ് പോണത് ഒന്ന് ലെൻസിക്കാണ് പോണത്, ലെൻസുക്കും സ്കിന്നുക്കും കൂടിയാണ് മിക്സ്ഡ് ബ്ലഡ് പോണത്. മറ്റൊന്ന് ബോഡി പാർട്സിലേക്കുമാണ് പോണത്. അപ്പൊ ഇതാണ് ആംഫിബിയൻസിൽ നടക്കുന്ന ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കാണിച്ച പിക്ചറിന്റെ മറ്റു റെപ്രസെന്റേഷൻ മാത്രം നോക്കൂ. വെൻട്രിക്കിൾ പമ്പ് ചെയ്ത ബ്ലഡ് ലെൻസ് ആൻഡ് സ്കിന്നിലേക്ക് പോയി ഓക്സിനേറ്റഡ് ആയി ലെഫ്റ്റ് അഡ്രിയത്തിലെത്തി വെൻട്രിക്കിൾ തന്നെ ചാടി. ഓക്കെ, പിന്നെ ലെൻസും സ്കിന്നിലേക്കും പോണ പോലെ തന്നെ വെൻട്രിക്കിളിന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എവിടേക്കും പോകുന്നുണ്ട്? ബോഡി പാർട്സിലേക്കും പോകുന്നുണ്ട്. സോ ഈ സർക്കുലേഷൻ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ് അഥവാ മിക്സ്ഡ് സർക്കുലേഷൻ ആണ്. സോ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് സർക്കുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ റെപ്റ്റൈൽസിൽ എന്താ സംഭവിക്കുന്നത്? റെപ്റ്റൈൽസിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റെപ്റ്റൈൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സെപ്റ്റ് ക്രൊക്കോഡൈൽ, റെപ്റ്റൈൽസിൽ എക്സെപ്റ്റ് ക്രൊക്കോഡൈലിനെ എടുത്തു കഴിഞ്ഞു, ക്രൊക്കോഡൈൽ ഒഴികെയുള്ള ബാക്കി എല്ലാ റെപ്റ്റൈൽസിലും നമുക്കറിയാം റൈറ്റ് അഡ്രിയം, ലെഫ്റ്റ് അഡ്രിയം, ലെഫ്റ്റ് അഡ്രിയം. നോക്ക്, 2 അഡ്രിയങ്ങളുടെ ഇടയിലുള്ള ഈ ഭിത്തിയാണ് നമ്മൾ ഇന്റർ അഡ്രിയൽ സെപ്റ്റ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ 2 വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള ഭിത്തിയെ വിളിക്കുന്ന പേര്, ഈ 2 വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തിയെ വിളിക്കുന്ന പേരാണ് ഇന്റർ വെൻട്രിക്കുലാറിയസ്, ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റ എന്ന് പറയും. റെപ്റ്റൈൽസില്, ക്രൊക്കോഡൈൽ ഒഴികെയുള്ള റെപ്റ്റൈൽസില് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഇങ്ങനെ പകുതി ഓപ്പൺ ആയിട്ടൊക്കെ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുക? റൈറ്റ് അഡ്രിയം ഡിയോക്സ് ബ്ലഡ് എടുക്കും, ലെഫ്റ്റ് അഡ്രിയം ഓക്സ് ബ്ലഡ് എടുക്കും. ആ 2 ബ്ലഡും റൈറ്റ് അഡ്രിയം എടുക്കുന്ന ഡിയോക്സ് ബ്ലഡ് വെൻട്രിക്കിളിന്റെ റൈറ്റ് സൈഡിലേക്ക് ചാടും, ലെഫ്റ്റ് അഡ്രിയം എടുക്കുന്ന ഓക്സ് ബ്ലഡ് വെൻട്രിക്കിൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചാടും. ഇനി വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തല്ലേ ബ്ലഡ് കയറി പോവുക. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് കയറി പോകുമ്പോൾ എന്താണ്ടാവുക? ആ ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് ഓക്സിൽ ബ്ലഡും ഡിയോക്സ് ബ്ലഡും കൂടി എന്താകും? മിക്സ് ആകും. സോ അവിടെ നടക്കുന്നതും മിക്സ്ഡ് സർക്കുലേഷൻ ആണ്. ഇവിടെ നമുക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ക്രൊക്കോഡൈൽസില് എക്സെപ്റ്റ് ക്രൊക്കോഡൈൽ ഒഴികെയുള്ള റെപ്റ്റൈൽസിൽ എന്തുകൊണ്ട് മിക്സ്ഡ് സർക്കുലേഷൻ? അസേർഷൻ കൊടുക്കുകയാണ്, എക്സെപ്റ്റ് ക്രൊക്കോഡൈൽസ് എന്താണ്? മിക്സ്ഡ് സർക്കുലേഷൻ ആണ്. റീസൺ എന്താ?
അവരുടെ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. സോ അസേർഷൻ ട്രൂ, റീസൺ ട്രൂ, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. ഇനി ക്രൊക്കഡൈൽസിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ക്രൊക്കഡൈൽസിൽ എന്താ വരുന്നത്? ഡബിൾ സർക്കുലേഷൻ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ ആണ്, രണ്ട് സർക്കുലേറ്ററി പാത്ത് നടക്കുന്ന ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പൊ അതിന് റീസൺ എന്തേക്കാരം? അവിടെ മറ്റു ക്രൊക്കഡൈലിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റു റെപ്റ്റൈൽസിൽ നിന്ന് വ്യത്യസ്തമായി ക്രൊക്കഡൈൽസിൽ എന്താണ്? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് അവിടെ നടക്കുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്. അതിന് നമുക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതേപോലെ ഏവ്സ് എടുത്താലും മാമൽസ് എടുത്താലും ശരി, അവർക്ക് 4 ചേമ്പേർഡ് ഹാർട്ട് ഉണ്ട്. അവർ 4 ചേമ്പർ ഹാർട്ട് ഉണ്ടാകാൻ കാരണം ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 4 ചേമ്പർ ഹാർട്ട് ഉണ്ടെങ്കിൽ ഏവ്സിലും മാമൽസിലും ഒക്കെ എന്താണ്? ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. ഇതുപോലെ നടക്കും. നോക്കൂ നിങ്ങൾ, ഇത് റൈറ്റ് അഡ്രിയം, ലെഫ്റ്റ് അഡ്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിള്. നോക്ക് നിങ്ങൾ, റൈറ്റ് അഡ്രിയത്തിലേക്ക് വിനക്കാവുകൾ വഴി ഡിയോക്സ് ബ്ലഡ് വരും. അത് റൈറ്റ് വെൻട്രിക്കിൾക്ക് ചാടും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ട് അതിനെ ലെൻസിലേക്ക് കൊണ്ടുപോകും. ദെൻ അത് ഓക്സിനേറ്റ് ആയി പൾമിനറി വെയിൻ അതിനെ ലെഫ്റ്റ് അഡ്രിയത്തിൽ എത്തിക്കും. അത് ലെഫ്റ്റ് വെൻട്രിക്കിൾക്ക് ചാടും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സിസ്റ്റമിക് ആർട്ടറീസ് അഥവാ അയോട്ട പമ്പ് ചെയ്ത് അയോട്ട ആർട്ടറി, ആർട്ടീരിയോൾ, സ്കാപ്പുലറി വഴി എന്ത് ചെയ്യും? ബോഡി പാർട്സിലേക്ക് പോകും. കാരണം അവിടെ നടക്കുന്ന ഏതാണ്? ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പൊ ഇതാണ് വൺ ഡയറക്ഷണൽ സർക്കുലേഷൻ ഫിഷസിൽ പറയാം. അതുപോലെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ മിക്സ്ഡ് സർക്കുലേഷൻ നമുക്ക് ആംഫിബിയൻസിലും ക്രൊക്കഡൈൽ ഒഴികെയുള്ള റെപ്റ്റൈൽസിലും പറയാം. ക്രൊക്കഡൈലിലെ ഡബിൾ സർക്കുലേഷൻ ആണ്. ഏവ്സിലും മാമൽസിലും എന്താണ്? ഡബിൾ സർക്കുലേഷൻ ആണ്. ആക്ച്വലി ഡബിൾ സർക്കുലേഷൻ ഉള്ള കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് പൾമിനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും കൂടി കൂടുമ്പോഴാണ്. അത് നമുക്ക് പിന്നീട് ഈ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അത് കഴിഞ്ഞാൽ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വിച്ച് വൺ ഓഫ് ദി അനിമൽസ്, സോറി ഇതിപ്പോ ഓൾറെഡി നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് തിയററ്റിക്കൽ കൺസെപ്റ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയത്. നമ്മൾ ആൻസർ പറഞ്ഞിട്ടില്ല. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അനിമൽസ് ആർ ടു സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്ത് വേ? ഏതാ ആൻസർ വരിക മക്കളെ? ലിസാർഡ് വരുമോ? എന്തുകൊണ്ടാണ് ലിസാർഡ് വരാത്തെ? റെപ്റ്റൈൽസിൽ വരുന്നതാണ്. ക്രൊക്കഡൈലിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്ത് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ അയാൾ പറ്റൂല. ഫ്രോഗ് ആംഫിബിയൻസ് ആൻ പറ്റൂല. ഷാർക്ക് പറ്റോ? ഷാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വെർട്ടിബ്രേറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സൈക്ലോസ്റ്റൊമാറ്റ, കോൺട്രിക്ടൈസ്, ഓസ്റ്റിസ് ഇങ്ങനെ പോകുന്നുണ്ട്. വെർട്ടിബ്രേറ്റ്സിനെ ഡിവൈഡ് ടു അനാത്ത, അനാത്തോസ്റ്റൊമാറ്റ, അനാത്ത ഡിവൈഡ് ടു സൈക്ലോസ്റ്റൊമാറ്റ, അനാത്തോസ്റ്റൊമാറ്റ ഡിവൈഡ് ടു സൂപ്പർ പിസൻ ടെട്രാപോഡ്, പിസൻ കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിറ്റൈസ്. അതിലെ കോൺട്രിക്ടൈസിൽ വരുന്ന ആളാണ് ആര്? കാർക്കൻഡ്രോൺ, കാർഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. അപ്പൊ അയാൾ എന്താണ്? അവിടെയും എത്ര ഹാർട്ടിന് എന്തുള്ളൂ? 2 ചേമ്പേർഡ് ഹാർട്ടേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആര് പറ്റൂല? ഷാർക്ക് പറ്റൂല. പിന്നെ ആരാ പറ്റുക? ബ്ലൂ വെയിലാണ് പറ്റുക, വെയിൽസ് ആണ് പറ്റുക, മെമേലിയൻസിലാണ് വരുന്നത് 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. സോ ആൻസർ 1. ഓക്കെ. സോ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാവ് എ തിക്കസ്റ്റ് വാൾ? അപ്പൊ തിക്കസ്റ്റ് വാൾ എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമുക്കത് എവിടുന്നാ കിട്ടുക? NCERTയുടെ 198 പേജിൽ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അഥവാ ഹാർട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഏതാണ് തിക്കസ്റ്റ് വാൾ എന്ന് നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ ഓപ്ഷൻ റൈറ്റ് ഓറിക്കിൾ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ഓറിക്കിൾ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. നോക്കൂ നിങ്ങൾ, ഹ്യൂമന്റെ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് at the medium sternum between the two lens. The medium sternum between the two lens, middle of the sternum between the two lens, with a slightly tilt to the left side with a clenched fist. നിങ്ങൾക്ക് അറിയാം. Okay, heart in the location thoracic cavity. Heart is located in the thoracic cavity at the medium sternum, slightly tilt to the left side with a clenched fist. അപ്പോൾ ഹാർട്ടിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഇത് നോക്കൂ നിങ്ങൾ, അങ്ങനെ ഇരിക്കുന്ന ആ ഹാർട്ടിന് 4 ചേംബർ ആണ് നമുക്കറിയാം. ഓക്കെ, നമ്മളിപ്പോൾ താരത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴെല്ലാം ആ എന്താണ് ഹാർട്ടിന്റെ ചേംബറുകളിലേക്ക് നമ്മൾ വന്നിരുന്നു. നോക്കൂ മക്കളെ, ഹാർട്ടിന്റെ 4 ചേംബർ എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഏത് ചേംബറിനെ പറയും? ഇത് റൈറ്റ് അഡ്രിയം, ലെഫ്റ്റ് അഡ്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിള്. അഡ്രിയത്തിന് അപേക്ഷിച്ച് വെൻട്രിക്കിൾ എന്താണ്? വലിയ ചേംബറാണ്. റൈറ്റ് അഡ്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വിനക്കാവുകളാണ്. ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമിനറി വെയിനുകളാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിന് ബ്ലഡ് പമ്പ് ചെയ്ത് കയറി പോകുന്നത് പൾമിനറി ആർട്ടറി വഴി ലെൻസിലേക്കാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിന് ബ്ലഡ് കയറി പോകുന്നത് അയോട്ട വഴി ത്രൂ ഔട്ട് സർക്കുലേറ്ററി പാത്വേയിലേക്കാണ്, ത്രൂ ഔട്ട് ബോഡിയിലേക്കാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4 ചേമ്പറുകൾ എടുക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് കൂടുതൽ സ്ഥലത്തേക്ക് കയറി പോകേണ്ടത് ഏത് വഴി കയറി പോകുന്ന സ്ഥലത്താണ്? അയോട്ടയിലൂടെ കയറി പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് കയറി പോകേണ്ടത്. കാരണം അയോട്ടക്ക് ആരാ ബ്ലഡ് കൊടുക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്ത് കയറി പോകുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. അതുകൊണ്ട് തിക്കസ്റ്റ് ചേമ്പർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിനെയാണ് നമ്മൾ തിക്കസ്റ്റ് ചേമ്പർ. അബ്രിയത്തെ അപേക്ഷിച്ച് വെൻട്രിക്കിളിനാണ് തിക്നെസ് കൂടുതൽ, അതിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകുന്നത്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഏത്? തിക്കസ്റ്റ് ചേമ്പർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ ഈ പിക്ചർ നോക്കൂ നിങ്ങൾ. ഈ ഹാർട്ടിന് 3 ലെയറാണ്: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അതിൽ നിങ്ങൾ ഈ കാണുന്നത് മയോമെട്രിയത്തിന്റെ റീജിയൻ ആണ്. ആ മയോമെട്രിയത്തിന്റെ റീജിയനിൽ ഏറ്റവും കൂടുതൽ തിക്നെസ് ഫീൽ ചെയ്യുന്നത് എവിടെ നോക്കൂ നിങ്ങൾ? ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ളത്. സോ ഹാർട്ടിലെ ഏറ്റവും തിക്കസ്റ്റ് ആയ ചേമ്പർ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. സോ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ആൻസർ വരിക. 4ാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരിക. സോ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഹാർട്ടുമായി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ബാക്കി ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ബണ്ടിൽ ഓഫ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ്. ഓപ്ഷൻ എ, muscle fibers distribute throughout the heart wall. Muscle fibers found only in the ventricle wall. The next, nerve fiber distributed in the ventricle. Last option, nerve fibers found throughout the ear. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. നമുക്കൊന്ന് NCERT-യുടെ 198ാമത്തെ പേജിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹാർട്ടിന്റെ പിക്ചർ ഒന്നും നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോവാം. നോക്ക് നിങ്ങൾ, നേരെ 4 ചേമ്പറുകൾ പറഞ്ഞു. തൊട്ടു മുന്നേ നമ്മൾ 2 അഡ്രിയങ്ങളെ വേർതിരിക്കുന്ന തിന്നായ വാളാണ് ഇന്റർ അഡ്രിയൽ സെപ്റ്റ എന്ന് പറഞ്ഞു. 2 വെൻട്രിക്കിളുകൾ വേർതിരിക്കുന്ന തിക്കായ വാളാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ എന്ന് മനസ്സിലാക്കണം. റൈറ്റ് അഡ്രിയവും റൈറ്റ് വെൻട്രിക്കിളും സച്ച് ലൈക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളും സെയിം സൈഡ് സെപ്പറേറ്റ് ചെയ്യുന്ന തിക്ക് ഫൈബർ ആണ് ഇത് അഡ്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ഇത് പിന്നെ ഹാർട്ടിനെ ചേമ്പറുകളായി ഡിവൈഡ് ചെയ്യുന്ന വാളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത്, നോക്കൂ നിങ്ങൾ, ഹാർട്ടിൽ നോഡൽ ടിഷ്യൂസ് ഉണ്ട്. നോഡൽ ടിഷ്യൂസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നോഡൽ ടിഷ്യൂസിന്റെ ലൊക്കേഷനെ ശരിക്കും മനസ്സിലാക്കണേ. നോക്കൂ നിങ്ങൾ, നോഡൽ ടിഷ്യൂസിന്റെ ലൊക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് റൈറ്റ് അഡ്രിയ എന്ന് വിചാരിച്ചാൽ, ഇത് റൈറ്റ് അഡ്രിയത്തിന്റെ അപ്പർ ആണ്, ഇത് ലോവർ ആണ്. ഇത് അതിന്റെ റൈറ്റ് സൈഡ് ആണ്, ഇത് അതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്. സോ റൈറ്റ് അഡ്രിയത്തിന്റെ അപ്പറിൽ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് നോഡൽ ടിഷ്യൂ ആണ് ഏത്? SAN അഥവാ സൈനോ അഡ്രിയൽ നോഡ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഓട്ടോ എക്സൈറ്റബിൾ ആണ്, സ്വന്തമായി ഇലക്ട്രിക്കൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? പേസ് മേക്കർ എന്ന് വിളിക്കാറുണ്ട്. സോ റൈറ്റ് അഡ്രിയത്തിന്റെ ലോവറിൽ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്ന അനദർ പാച്ച് ഓഫ് ടിഷ്യൂ ആണ് ഏത്? AVN അഡ്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്ന ആള്. ഇയാൾ പേസ് മേക്കർ അല്ല, പകരം ഇയാൾ പേസ് സെറ്റർ ആണ്. എന്ന് വെച്ചാൽ SAN പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിനെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ആര്? AVN. അതുകൊണ്ട് AVN നമ്മൾ എന്ത് പറയാറുണ്ട്? പേസ് സെറ്റർ എന്ന് വിളിക്കാറുണ്ട്. സോ നോക്കൂ നിങ്ങൾ, ഇത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ബോക്സ് വരച്ചിട്ട് റൈറ്റ് ആയിട്ട് ഇത് റെപ്രസെന്റ് ചെയ്തിട്ട് അപ്പർ ലോവർ റൈറ്റ് ലെഫ്റ്റ് കാണിച്ചിട്ട് SAന്റെയും AVNന്റെയും ഒക്കെ നമ്മൾ എന്ത് പൊസിഷൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തു മാത്രം. ഇനി ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് അഡ്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിൽ കാണപ്പെടുന്ന SAN ആണിത്. റൈറ്റ് അഡ്രിയത്തിന്റെ ലോവറിൽ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്ന AVN ആണിത്. SAന്റെയും AVNന്റെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനോഡൽ പാത്വേ ഉണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ദെൻ നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞാൽ AVNൽ നിന്നും പുറത്തു വരുന്ന ബണ്ടിലാണ്, പിക്ചറിലേക്ക് നോക്ക്, AVNൽ നിന്നും പുറത്തു വരുന്ന ബണ്ടിലാണ് AV ബണ്ടിൽ എന്ന് പറയുന്നത്. AVNൽ നിന്നും പുറത്തു വരുന്ന ബണ്ടിലാണ് AV ബണ്ടിൽ എന്ന് പറയുന്നത്. ആ AV ബണ്ടില് പിന്നീട് വെൻട്രിക്കിളിന്റെ മയോകാർഡിയം എന്ന് പറയുന്ന മിഡിൽ ലെയറിലൂടെ പാസ് ചെയ്യും. അത് ഒന്ന് റൈറ്റ് വെൻട്രിക്കിലൂടെ പാസ് ചെയ്യും. അതിനെ നമ്മൾ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് എന്ന് വിളിക്കും. ലെഫ്റ്റ് AV ബണ്ടിലിന്റെ ഒരു ബ്രാഞ്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യും. അതിന് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് എന്ന് വിളിക്കും. ആ ബ്രാഞ്ചസും ഉണ്ടാകുന്ന മൈന്യൂട്ട് ഫൈബേഴ്സ് ആണ് ഏത്? പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്.
ഈ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും അതും കാണപ്പെടുന്ന പർക്കിഞ്ചെ ഫൈബേഴ്സ് എല്ലാം കൂടി നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കും. ഹിസ് എന്ന് പറയുന്നത് അത് കണ്ടെത്തിയ സയന്റിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഹിസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, നേരത്തെ കാണിച്ച പിക്ചർ റെപ്രസെന്റേഷൻ തന്നെ SAN കണ്ടു. SAന്റെ പൊസിഷൻ നമുക്കറിയാം എവിടെയാണ്? റൈറ്റ് അഡ്രത്തിന്റെ അപ്പറിൽ റൈറ്റ് കോർണറിൽ SAN AVNലേക്കുള്ള ഇന്റർനോഡൽ പാത്വേ കണ്ടു. AVN പുറത്തു വരുന്ന AV ബണ്ടിലാണ് ഇത്. ആ AV ബണ്ടിൽ രണ്ട് ബ്രാഞ്ചായി, റൈറ്റ് ബ്രാഞ്ചും ലെഫ്റ്റ് ബ്രാഞ്ചുമായി. അത് ഒന്ന് റൈറ്റ് വെൻട്രിക്കിൾക്കും ഒന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾക്കും വരും. ആ ബ്രാഞ്ചസും ഉണ്ടാകുന്ന മൈന്യൂട്ട് ഫൈബേഴ്സ് ആണ് ഏത്? പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സും ഈ റൈറ്റും ലെഫ്റ്റും ബണ്ടിൽ ബ്രാഞ്ചും ഒക്കെ കടന്നോക്കി നിങ്ങൾ ഇതാണ് ഒരുമിച്ച് എന്താ ബണ്ടിൽ ഓഫ് ഹിസ് എന്നുള്ള റെപ്രസെന്റേഷനിൽ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ബണ്ടിൽ ഓഫ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ്, ഓക്കെ, ആൻസർ ഏതാ വരിക? മസിൽ ഫൈബേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദി ഹാർട്ട് വാൾ. റോങ് അല്ലേ? മസിൽ ഫൈബേഴ്സ് ഫൗണ്ട് ഓൺലി ഇൻ ദ വെൻട്രിക്കുലാർ വാൾ. ശരിയല്ലേ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചുകൾ വെൻട്രിക്കിൾസിന്റെ മയോകാർഡിയത്തും കൂടെ അല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണത്? അങ്ങനെയല്ലേ ബണ്ടിൽ ഓഫീസ് എന്നുള്ള സാധനം ഉണ്ടാകുന്നത്? സോ ആൻസർ എന്താണ്? മസിൽ ഫൈബർ ആണ്, ഫൗണ്ട് ഓൺലി ഇൻ ദി വെൻട്രിക്കുലാർ വാൾ ആണ്. സോ അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് ഡ്യൂ ടു സം ഇഞ്ചുറി ടു ദ caudate tendinae of the tricuspid wall of human heart is partially non-functional, what will be immediate effect? അപ്പോൾ നമുക്ക് എന്താണ് caudate tendinae എന്ന് അറിയണം. വാട്ട് ഈസ് caudate tendinae? caudate tendinae എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. സോ നമ്മൾ എന്താണ് caudate tendinae എന്ന് നോക്കാം. സോ caudate tendinae എന്ന് പറഞ്ഞാൽ ഇതാണ്. പിക്ചറിലേക്ക് നോക്കൂ നിങ്ങൾ. ഇതാണ് caudate tendinae. ഈ കാണുന്ന ടെൻറ്റോണിന്റെ കോഡാണ് caudate tendinae. നോക്കൂ മക്കളെ, caudate tendinae നോക്കൂ. ഈ കാണുന്നത് ട്രൈകസ്പിഡ് വാൾവാണ്, ഈ കാണുന്നത് ബൈകസ്പിഡ് വാൾവാണ്. മൂന്ന് കസ്പ് അഥവാ റൈറ്റ് അഡ്രിയും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ വേർതിരിക്കുന്ന കണക്ട് ചെയ്യുന്ന അപ്പർച്ചറിനെ ഗാർഡ് ചെയ്യുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് അഡ്രിയും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന അപ്പർച്ചറിനെ ഗാർഡ് ചെയ്യുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവ്. ബൈകസ്പിഡ് വാൾവിനെ മിട്രൽ വാൾവ് എന്ന് വിളിക്കാറുണ്ട്. വാൾവ് നോക്കൂ നിങ്ങൾ, നോക്കൂ ദാ ഈ കാണുന്ന ട്രൈകസ്പിഡ് വാൾവാണ്. 1, 2, 3 കസ്പുകൾ. ഇത് 2 കസ്പേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്നത് അയോട്ടയുടെയും പൾമിനറി ആർട്ടറിയുടെയും സെമി ലൂണാർ വാൾവാണ്. നമുക്ക് അതിലേക്ക് വരാം, ആ വാൾവിലേക്ക് വരാം. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് caudate tendinae എന്ന് ചോദിച്ചാൽ, ട്രൈകസ്പിഡ് വാൾവിന്റെയും ബൈകസ്പിഡ് വാൾവിന്റെയും ലോവർ പാർട്ട് നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് വെൻട്രിക്കിളിനകത്തുള്ള പാപ്പിലറി മസിൽസിനെ, ഇതാണ് പാപ്പി, ഓക്കെ, വെൻട്രിക്കിളിനകത്തുള്ള പാപ്പിലറി മസിൽസിനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഈ ടെൻഡോണിന്റെ കോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? caudate tendinae എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്ക് നിങ്ങൾ, ട്രൈകസ്പിഡിന്റെയും ഇത് ട്രൈകസ്പിഡ് ആണ്, ഇത് ബൈകസ്പിഡ് ആണ്. ഇതിന്റെ ലോവറിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഈ കാണുന്നതാണ് വെൻട്രിക്കിളിനകത്തുള്ള പാപ്പിലറി മസിൽസ്. ആ പാപ്പിലറി മസിൽസിന് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ടെൻഡോണിന്റെ കോഡാണ് caudate tendinae എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇനി ഇതാണ് വെൻട്രിക്കിളിന്റെ ട്രൈകസ്പിഡ് വാൾവിന്റെ ലോവർ പാർട്ട് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് പാപ്പിലറി മസിൽസിന് അറ്റാച്ച് ചെയ്ത് ഈസ് പാപ്പിലറി മസിൽസ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ നോക്കൂ നിങ്ങൾ. ഇത് വാൾവിന്റെ പോർഷൻ ആണ്. ഈ കാണുന്ന നാരുകള് caudate tendinae ആണ്. ഈ കാണുന്നത് എന്താണ്? പാപ്പിലറി മസിൽസ് ആണ്. അപ്പൊ വാൾവിന്റെ ലോവർന്ന് തുടങ്ങി പാപ്പിലറി മസിൽസിന് അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന ഈ ടെൻറ്റോണിന്റെ കോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കാണുന്ന ടെൻറ്റോണിന്റെ കോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? caudate tendinae എന്ന് പറയുന്നത്. ഇനി ഈ caudate tendinae എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരണം. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കി, ഇഫ് ഡ്യൂ ടു സം ഇഞ്ചറി ദ caudate tendinae ഓഫ് ദി ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവിന്റെ അവിടുത്തെ caudate tendinae ആണ്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഭാഗത്ത് നിൽക്കുന്ന caudate tendinae പ്രശ്നം വരുന്നത്. ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് ഈസ് പാർഷ്യലി നോൺ ഫങ്ഷൻ. പാർഷ്യലി ആയിട്ട് ശരിക്കും ഫങ്ഷൻ കംപ്ലീറ്റ് അല്ല, അഥവാ ഓൾമോസ്റ്റ്
ഫംഗ്ഷൻ ഡിസോർഡർ ആയിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഇമ്മീഡിയറ്റ് എഫക്ട്? എന്തേക്കാരം അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. നോക്കുക, പേസ് മേക്കർ വിൽ ബി സ്റ്റോപ്പ് വർക്കിംഗ്. പേസ് മേക്കറിൽ വരുന്നില്ല, കാരണം SN ഓട്ടോ എക്സിറ്റ് ഞങ്ങൾ പോവാണ്. ദ ബ്ലഡ് വിൽ ബി ടെൻഡ് ടു ഫ്ലോ ബാക്ക് ഇൻ ടു ലെഫ്റ്റ് അഡ്രിയം. ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് പോകില്ലല്ലോ, കാരണം റൈറ്റ് ട്രൈകസ്പിഡ് വാൾവിന്റെ അവിടുത്തെ കോഡൻറ്റിനൊക്കെ പ്രശ്നം. അപ്പൊ അത് റൈറ്റ് അഡ്രിയത്തിലല്ലേ വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് അഡ്രിയം എന്ന് കൊടുത്തുകൊണ്ട് അതും ശരിയാവൂല. പിന്നെ ദ ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഇൻ ടു അയോട്ട വിൽ ബി സ്ലോഡ്. അയോട്ട അല്ലല്ലോ, കാരണം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോണത് അയോട്ട അല്ലല്ലോ. അയോട്ട പോണത് എവിടുന്ന? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നല്ലേ പോകുന്നത്. സോ അതും ശരിയല്ല. പിന്നെ അടുത്തത് ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഇൻ ടു പൾമിനറി ആർട്ടറി വിൽ ബി റെഡ്യൂസ്. കാരണം റൈറ്റ് അഡ്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള അപ്പർച്ചറിനെ ഗാർഡ് ചെയ്യുന്ന ട്രൈകസ്പിഡ് വാൾവിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കോഡേറ്റന്റിനെ, അഥവാ റൈറ്റ് വെൻട്രിക്കിൾ നിൽക്കുന്ന കോഡേറ്റന്റിനുടെ ഫംഗ്ഷൻ പ്രശ്നം വന്നാൽ വേണ്ട രീതിയിലുള്ള വാൾവ് ശരിക്കും അടയും. റൈറ്റ് അഡ്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിന്റെ വാൾവ് ശരിക്ക് ഓപ്പണും ക്ലോസും ആകൂല. അതുകൊണ്ട് വേണ്ടത്ര ബ്ലഡ് വെൻട്രിക്കിളിൽ കിട്ടൂല എന്ന് മാത്രമല്ല, വെൻട്രിക്കിൾ പമ്പ് ചെയ്യുമ്പോൾ പ്രഷർ കറക്റ്റ്, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിളിന്റെ പ്രഷർ കൂടുമ്പോൾ ഈ വാൾവ് ശരിക്കും അടക്കാൻ പറ്റാത്തത് കൊണ്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് അഡ്രിയത്തിലേക്ക് തന്നെ ബ്ലഡ് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സ് ബ്ലഡുമായി ലെൻസിലേക്ക് പോകുന്ന പൾമിനറി ആർട്ടറിയുടെ ബ്ലഡിന്റെ ഫ്ലോ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൾവിനെയും പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇതാണ് ട്രൈകസ്പിഡ് വാൾവ്, 3 കസ്പുകൾ, 3 സെമി സർക്കിളുകൾ. ഇത് ബൈകസ്പിഡ് വാൾവ്, ഇയാളെയാണ് മിട്രൽ വാൾവ് എന്ന് വിളിക്കുന്നത്. പിന്നെ പൾമിനറി വാൾവ്, അയോട്ടിക് വാൾവ്. അയോട്ടിക് വാൾവ് എന്ന് വിളിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബേസിലുള്ള വാൾവാണ്. അയോട്ടിക് വാൾവ് ആകുന്ന സെമി ലൂണാർ വാൾവ്. ലൂണാർ എന്ന് പറഞ്ഞാൽ മൂൺ, സെമി ലൂണാർ എന്ന് പറഞ്ഞാൽ ഹാഫ് മൂൺ. അതാണ് ഒരു അയോട്ടിക് വാൾവ്. അത് സെമി ലൂണാർ വാൾവ് തന്നെയാണ് അയോട്ടിക് വാൾവ്. ആ സെമി ലൂണാർ വാൾവ് അയോട്ടയുടെ ബേസിൽ സ്റ്റാർട്ടിൽ നിൽക്കുമ്പോൾ അയോട്ടിക് വാൾവ് ആണ്. ദെൻ പൾമിനറി വാൾവ്, ഈ പൾമിനറി വാൾവും എന്താണ്? സെമി ലൂണാർ വാൾവ് ആണ്. അത് പൾമിനറി വാൾവ് ആകുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെൻസിലേക്ക് ഡിയോക്സ് ബ്ലഡിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ആ പൾമിനറി ആർട്ടറിയുടെ ബേസിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് പൾമിനറി വാൾവ് ആകുന്നത്. പറയൂ. ഓക്കെ, സോ ഇതാണ് വാൾവുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. സോ ആൻസർ നമ്മൾ 4 ഓൾറെഡി എന്ത് ചെയ്തു? പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ബ്ലഡ് വെസൽസ് വിച്ച് ബ്രിങ് ഓക്സിൽ ബ്ലഡ് ടു ലെഫ്റ്റ് ഓറിക്കിളീസ്. ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് അഡ്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? പ്രീ കാവൽ വെയിൻ, പോസ്റ്റ് കാവൽ വെയിൻ, പൾമിനറി വെയിൻ, പൾമിനറി ആർട്ടറി. സോ നമുക്ക് ജസ്റ്റ് ബ്ലഡ് വെസൽസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, വളരെ പ്രൈമറി ലെവലിൽ. നോക്കൂ നിങ്ങൾ, ബ്ലഡ് വെസൽസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇത് ഈ കയറി വരുന്നത് അയോട്ടയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നോക്കൂ, ഇവിടെയുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിനൽ ബ്ലഡുമായിട്ട് വരുന്ന അയോട്ടയാണ് ഇത്. ഈ കയറി പോകുന്നതിന് അസെൻഡിങ് അയോട്ട എന്ന് പറയാം. ഇതിന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഡിസെൻഡിങ് അയോട്ട എന്ന് പറയാം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് അയോട്ടിക് ആർക്ക് ആവുന്നത്. നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ പോയേക്കാണ് നീളമുള്ള ബലൂണ്, അതിങ്ങനെ മടക്കി വെക്കാൻ പറ്റും. അതുപോലെ ഒരു ആർക്ക് അപ്പിയറൻസ് ആണ്, അതാണ് അയോട്ടിക് ആർക്ക്. നിങ്ങൾ NCERT-യിലെ 198-ാമത്തെ പേജിലെ ഹാർട്ടിന്റെ പിക്ചറിനകത്ത് ആർക്കിന്റെ താഴെ ഇവിടെ നോക്കിയാൽ ചെറിയൊരു വൈറ്റ് സ്പേസ് കാണാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ആർക്കായിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ ഇതാണ് അയോട്ടിക് ആർക്ക്. ഈ അയോട്ടിക് ആർക്കും ഈ കാണുന്നതാണ് അയോട്ടിക് ആർക്ക്. അപ്പൊ ആരെ കൂടി ചേർന്നിട്ടാണ് അയോട്ടിക് ആർക്ക് ഉണ്ടായത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജൻ ബ്ലഡുമായി കയറി വരുന്ന അയോട്ട മുകളിലോട്ട് കയറി വരുമ്പോൾ അത് അസെൻഡിങ് അയോട്ടയാണ്. പിന്നെ അത് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഡിസെൻഡിങ് അയോട്ടയാണ്. ആ ഡിസെൻഡിങ് അയോട്ടം എന്നാണ് പിന്നീട് ഹെപ്പാറ്റിക് ആർട്ടറി, മീസെൻട്രിക് ആർട്ടറി, റീനൽ ആർട്ടറി, ഇലിയാക് ആർട്ടറി, ഇങ്ങനെ കുറെ ബ്ലഡ് വെസൽസുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ അയോട്ടിക് ആർക്കും 3 ബ്ലഡ് വെസൽസ് ഉണ്ട്. അയോട്ടിക് ആർക്കും 3 ബ്ലഡ് വെസൽസ് കാണാൻ കഴിയും. ഇത് ലെഫ്റ്റ് സബ് ക്ലാവിയൻ ആർട്ടറി ആണ്.
അഥവാ ഇടത്തെ കയ്യുമ്മക്ക് ഓക്സിജൻ ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ്. ഇയാള് ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ആണ്. അയാൾ ബ്രെയിനിലേക്ക് ഓക്സിജൻ ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ്. ദെൻ ഇയാളെ പേര് റൈറ്റ് ബ്രാഞ്ചിയോസഫാലിക് ആർട്ടറി എന്നാ വിളിക്കാറ്. ആ റൈറ്റ് ബ്രാഞ്ചിയോസഫാലിക് ആർട്ടറി വീണ്ടും ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് റൈറ്റ് സബ് ക്ലാവിനും റൈറ്റ് കരോട്ടിഡും ആകും. റൈറ്റ് സബ് ക്ലാവിയൻ റൈറ്റ് ഹാൻഡിലോട്ടും റൈറ്റ് കരോട്ടിഡ് ബ്രെയിനിലോട്ടും എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ ഓക്സിജൻ ബ്ലഡ് കൊണ്ടുപോകുന്നു. ഇനി ഈ അയോട്ടിക് ആർക്കിന്റെ ഉള്ളിൽ അഥവാ ആർക്കിന്റെ ഉള്ളിലുള്ള സ്പേസിൽ നിൽക്കുന്ന ആള് റൈറ്റ് വെൻട്രിക്കിൾ എന്ന്, ഈ നിൽക്കുന്ന ആള് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് ഏത് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ്? ഡിയോക്സ് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് ഈ വരുന്നത്. ആ ഡിയോക്സ് ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഇയാൾ രണ്ടായിട്ട് മാറുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്നത് ഇത് ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ ഇയാൾ ലെഫ്റ്റ് പൾമിനറി ആർട്ടറി ആകും. ദെൻ അയോട്ടിക് ആർക്കിന്റെ നടുവിലെ സ്പേസ് കൂടെ പോയിട്ട് ഇവിടെ വന്ന് ചാടുന്നുണ്ട്. ഇയാൾ റൈറ്റ് സൈഡ് പോകുമ്പോൾ അത് റൈറ്റ് പൾമിനറി ആർട്ടറി ആകും. ഈ ലെഫ്റ്റ് പൾമിനറി ആർട്ടറി ലെഫ്റ്റ് ലെൻസിന് ഓക്സിജൻ ബ്ലഡ് കൊടുക്കും, ഡിയോക്സ് ബ്ലഡ് കൊടുക്കും. അവിടുന്ന് ഓക്സിജൻ ബ്ലഡിനെ ഈ കാണുന്ന റൈറ്റ് പൾമിനറി വെയിന് സ്വീകരിച്ചിട്ട് ലെഫ്റ്റ് അട്രിയത്തിന് കൊണ്ടുപോയി കൊടുക്കും. ലെഫ്റ്റ് പൾമിനറി വെയിന് കൊടുത്തിട്ട് ലെഫ്റ്റ് അട്രിയത്തിന് കൊടുക്കും. അഥവാ ഞാൻ പറഞ്ഞു വെച്ചത് റൈറ്റ് വെൻട്രിക്കിൾന്ന് ഡിയോക്സ് ബ്ലഡുമായി പൾമിനറി ആർട്ടറി വന്നിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോണത് ലെഫ്റ്റ് പൾമിനറി ആർട്ടറി ആണ്. അപ്പൊ ലെഫ്റ്റ് ലെൻസിന് ഡിയോക്സ് ബ്ലഡിന് കൊടുത്താൽ ലെഫ്റ്റ് ലെൻസിന്റെ ഇരുന്ന് ഓക്സിജൻ ബ്ലഡിന് ഈ ലെഫ്റ്റ് പൾമിനറി വെയിന് സ്വീകരിച്ചിട്ട് ലെഫ്റ്റ് അട്രിയത്തിന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റുന്നത്, പിക്ചറിലേക്ക് നോക്കൂ നിങ്ങൾ. ഇതിനകത്ത് ഈ അയോട്ടിക് ആർക്കിന്റെ ഉള്ളിലൂടെ ഇപ്പുറത്തേക്ക് ചാടുന്നുണ്ടല്ലോ, ഈ സൈഡിലേക്ക് ചാടുന്നുണ്ടല്ലോ. ഇതാരാ? ഈ വരുന്ന ആളാരാ? ഇത് റൈറ്റ് പൾമിനറി ആർട്ടറി ആണ്. റൈറ്റ് പൾമിനറി ആർട്ടറി റൈറ്റ് ലെൻസിന് ഡിയോക്സ് ബ്ലഡ് കൊടുക്കും. ഈ റൈറ്റ് പൾമിനറി വെയിന് അവിടെ ആ ലെൻസിന്റെ ഇരുന്ന് ഓക്സിജൻ ബ്ലഡ് സ്വീകരിച്ച് ലെഫ്റ്റ് അട്രിയത്തിന് കൊടുക്കും. ഇതാണ് ബ്ലഡ് വെസൽസുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇതാണ് നിങ്ങളുടെ അടുത്തുള്ള പിക്ചർ. നേരത്തെ പിക്ചർ വെച്ച സെയിം സാധനം തന്നെയാണ്. ഇത് നോക്കൂ, നിങ്ങൾ ആ ആർക്ക് ഒന്നും കൂടി ക്ലിയർ ആവാനായിരുന്നു പിക്ചർ പറഞ്ഞിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ നോക്കൂ നിങ്ങൾ. ഈ കാണുന്നത് ആരാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ഇവിടുന്ന് ഓക്സ് ബ്ലഡുമായിട്ട് ഈ കയറുന്ന അസെൻഡിങ് അയോട്ട വന്ന് ഡിസെൻഡിങ് അയോട്ടയിലൂടെ താഴത്തേക്ക് പോകും. 3 ബ്ലഡ് വെസൽസ്, ലെഫ്റ്റ് സബ് ക്ലാവിയൻ ആർട്ടറി, ഇടത്തെ കയ്യുമ്മക്ക് ഓക്സ് ബ്ലഡ് കൊണ്ടുപോകുന്നു. ലെഫ്റ്റ് കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ബ്രെയിനിലേക്ക് ഓക്സ് ബ്ലഡ് കൊണ്ടുപോകുന്നു. ഇയാളെ പറഞ്ഞ പേരാണ് റൈറ്റ് ബ്രാഞ്ചിയോസഫാലിക് ആർട്ടറി. ഇയാൾ വീണ്ടും രണ്ടായിട്ട് റൈറ്റ് സബ് ക്ലാവിയനും റൈറ്റ് കരോട്ടിഡ് ആകും. റൈറ്റ് സബ് ക്ലാവിയൻ വലത്തെ കയ്യുമ്മക്കും റൈറ്റ് കരോട്ടിഡ് ബ്രെയിനിന്റെ റൈറ്റ് സൈഡിക്കും ബ്ലഡിനെ കൊണ്ടുപോയി കൊടുക്കും. സോ അതും കോമൺ ആണ് കേട്ടോ. ഇthen നോക്ക് നിങ്ങൾ, ഇനി ഈ അയോട്ടിക് ആർക്കിന്റെ നടുവിൽ ഈ കിടക്കുന്ന ആളാണ് ആര്? ഈ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് ഡിയോക്സ് ബ്ലഡുമായി വരുന്ന പൾമിനറി ആർട്ടറി റീജിയൻ ശരിക്കും പൾമിനറി ആർട്ടറിയുടെ ട്രങ്ക് എന്നാ പറയാ. അത് എന്നിട്ട് പിന്നീട് ഈ 2 ബ്ലഡ് വെസല് എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ ലെഫ്റ്റ് പൾമിനറി ആർട്ടറി ലെൻസിലേക്ക് കൊടുത്തു, ഡിയോക്സ് ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചവിടുന്ന് ഈ കാണുന്ന ലെഫ്റ്റ് പൾമിനറി വെയിന് ഓക്സ് ബ്ലഡുമായി തിരിച്ചു വരും. ഇത് നോക്കൂ, ഇതിന്റെ ഈ ട്രങ്കിന്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്ന വിനക്കാവിന്റെ ബാക്കിൽ ഈ കിടക്കുന്നത്. ഇയാളാണ് നമ്മുടെ റൈറ്റ് പൾമിനറി ആർട്ടറി. അത് റൈറ്റ് പൾമിനറി ആർട്ടറി റൈറ്റ് ലെൻസിന് കൊടുത്താൽ ഈ റൈറ്റ് പൾമിനറി വെയിൻ അവിടുന്ന് ഓക്സ് ബ്ലഡുമായിട്ട് ലെഫ്റ്റ് അട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, സോ ഇനി ഈ കിടക്കുന്ന ആളുകൾ ഇത് വിനക്കാവയാണ്. ഇത് ഹാർട്ടിന്റെ താഴെയുള്ള ഡിയോക്സ് ബ്ലഡിനെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ പോസ്റ്റീരിയർ വിനക്കാവ അഥവാ പോസ്റ്റിക്കാവ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഹാർട്ടിന്റെ മുകളിലുള്ള ഡിയോക്സ് ബ്ലഡിനെ കളക്ട് ചെയ്യുന്ന ആളെ ആന്റീരിയർ വിനക്കാവ അല്ലെങ്കിൽ സുപ്പീരിയർ വിനക്കാവയെ പ്രീകാവ എന്നും വിളിക്കാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബ്ലഡ് വെസൽസ് വിച്ച് ബ്രിങ് ഓക്സ് ബ്ലഡ് ടു ലെഫ്റ്റ് ഓറിക്കിളീസ്, ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമിനറി വെയിൻ ആണ് ഓക്സ് ബ്ലഡിനെ കൊണ്ടുവരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ECGയുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്, in a standard ECG, which one of the following alphabet is the correct representation of the respective activity of the human heart? നമുക്കറിയാം ECG അതിനകത്ത് P ഡീപോളറൈസേഷൻ ഓഫ് അഡ്രിയ കൊടുത്തിട്ടുണ്ട്, R റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ കൊടുത്തിട്ടുണ്ട്, S സ്റ്റാർട്ട് ഓഫ് സിസ്റ്റോൾ കൊടുത്തിട്ടുണ്ട്, T അഡ്രിയൽ സിസ്റ്റോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നോക്ക് നിങ്ങൾ ECG ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റിനെയാണ്
നമ്മളുടെ NCERT പറയുന്നത് പ്രധാനമായിട്ടും 3 ഇലക്ട്രിക്കൽ ലീഡ്സ് പറയുന്നത്. ഇന്ന് ഒരുപാട് മൾട്ടി ലീഡ്സുകൾ ലീഡ്സ് കണക്ഷൻസ് നമ്മൾ വെക്കാറുണ്ട്. ചെസ്റ്റിൽ വെക്കാറുണ്ട്, 2 wristൽ വെക്കാറുണ്ട്. NCERT ലെഫ്റ്റ് ആംഗിൾ, ഇടത്തെ കാലിന്റെ ആംഗിൾ ലെഫ്റ്റ് ആംഗിൾ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് നമ്മൾ 2 ആംഗിൾ 2 wristലും വെക്കാറുണ്ട്. ഇതാണ് ആ ലീഡ്സുകൾ, ഇലക്ട്രിക്കൽ ലീഡ്സുകൾ. ചെസ്റ്റിലും വെക്കാറുണ്ട്. ദെൻ ഇങ്ങനെ കണക്ട് ചെയ്യും. ചെസ്റ്റിൽ കയ്യിൽ ഇതാ ആ ലീഡ്സ് ഇട്ട് കൊടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ECG എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ അഥവാ ഇലക്ട്രോകാർഡിയോഗ്രാഫ്, it is an instrument which record the electrical activity of the heart. So അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ECG ഇലക്ട്രോകാർഡിയോഗ്രാം, ഗ്രാം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ PQRST ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. The P wave is represented atrial systole, that mean electrical excitation of atria, that mean depolarization of atria. അഥവാ SA ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ കറന്റ് അഡ്രിയത്തുമ്മ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ്, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് P wave റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ ഓഫ് അഡ്രിയ, ദാറ്റ് മീൻ ഡീപോളറൈസേഷൻ ഓഫ് അഡ്രിയം എന്ന് പറയുന്നത്. അങ്ങനെ P wave is represented by electrical excitation of atrium ആണെങ്കിൽ, depolarization of atrium ആണെങ്കിൽ എന്ത് ചെയ്യും? P മുതൽ Q വരെ നടക്കുന്നത് അഡ്രിയൽ സിസ്റ്റോൾ ആണ്. അതിനെടുക്കുന്ന സമയം 0.1 സെക്കൻഡ് ആണ്. Then നോക്കൂ നിങ്ങൾ, QRS wave is represented by electrical excitation of ventricle ആണ്. അഥവാ AVN സ്റ്റോർ SN ഉണ്ടാക്കിയ കറന്റ് AVN സ്റ്റോർ ചെയ്ത് ബണ്ടിൽ ഓഫീസ് വഴി വെൻട്രിക്കിളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കറന്റ് ബണ്ടിൽ ഓഫീസ് വെൻട്രിക്കിൾ എത്തിയാൽ വെൻട്രിക്കിളിന് മുകളിലൂടെ ഇലക്ട്രിക്കൽ കറന്റ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അഥവാ ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ ഓഫ് വെൻട്രിക്കിൾ, ദാറ്റ് മീൻ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അതാണ് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? QRS റെപ്രസെന്റ് ചെയ്യുന്നത്. സോ QRS wave is represented by depolarization of ventricle. Then T wave is represented by repolarization of ventricle ആണ്. വെൻട്രിക്കുലാർ ഡയസ്റ്റോളിനെയാണ് T wave റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ECGയില് P അഡ്രിയൽ സിസ്റ്റോൾ ആണ്, QRS വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്, T വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്. ഇതില് അഡ്രിയൽ സിസ്റ്റോളിന് 0.1 സെക്കൻഡ് എടുക്കുമ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോളിന് 0.3 സെക്കൻഡ് എടുക്കും. ദെൻ വെൻട്രിക്കുലാർ ഡയസ്റ്റോളിന് 0.4 സെക്കൻഡ് എടുക്കും. അങ്ങനെ ഒരു കാർഡിയാക് സൈക്കിളിന് 0.8 സെക്കൻഡ് എടുക്കും. ഓക്കെ, ഇനി ഈ കാർഡിയാക് സൈക്കിളുമായി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ജോയിന്റ് ഡയസ്റ്റോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരാറുണ്ട്. അത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷനിലൂടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്ക് നിങ്ങൾ, അഡ്രിയൽ സിസ്റ്റോളിന് എടുത്ത സമയം എന്ന് പറയുന്നത് വെറും 0.1 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് ഈ ബാക്കി സമയങ്ങളിലൊക്കെ എന്താ നടന്നത്? 0.1 സെക്കൻഡിൽ മാത്രം അഡ്രിയൽ സിസ്റ്റോൾ നടന്നിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ അഡ്രിയൽ ഡയസ്റ്റോൾ ആണ് നടന്നത്. അഡ്രിയൽ ഡയസ്റ്റോൾ ആണ്, അഡ്രിയൽ ഡയസ്റ്റോൾ, അഡ്രിയൽ ഡയസ്റ്റോൾ ആണ്, അഡ്രിയൽ ഡയസ്റ്റോൾ ആണ്, അഡ്രിയൽ ഡയസ്റ്റോൾ, അഡ്രിയൽ ഡയസ്റ്റോൾ ആണ്. അഥവാ 0.1 സെക്കൻഡ് മാത്രം അഡ്രിയൽ സിസ്റ്റോൾ ആയി, ബാക്കി വരുന്ന 0.7 സെക്കൻഡും അഡ്രിയം എന്ത് ചെയ്തു? റിലാക്സ് ചെയ്തു, ഡയസ്റ്റോൾ ആയി. ഇനി അഡ്രിയൽ സിസ്റ്റോളിന് ശേഷം നടന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്. വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടന്നത് എത്രയാ? കാർഡിയാക് സൈക്കിളിന്റെ 0.2 മുതൽ 0.4 വരെയാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടന്നത്. അപ്പോൾ 1, 2, 3. അപ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോളിന് എടുത്ത സമയം 0.3 സെക്കൻഡ് ആണ്. 0.3 സെക്കൻഡ് ആണ് വെൻട്രിക്കുലാർ സിസ്റ്റോളിന് എടുത്തെങ്കിൽ ബാക്കിയുള്ള സമയമൊക്കെ എന്താണ്? വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്. നോക്കൂ നിങ്ങൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്. അഡ്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോഴും നടന്നത് എന്താണ്? വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ടോട്ടൽ എത്ര വരും? 1, 2, 3, 4, 5, 0.5 സെക്കൻഡും വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ് നടന്നത്. ഇനി ഇതിന് എങ്ങനെ ജോയിന്റ് ഡയസ്റ്റോൾ കണ്ടെത്താൻ? വളരെ സിമ്പിൾ അല്ലേ? നോക്ക് നിങ്ങൾ, അഡ്രിയും വെൻട്രിക്കിളും കൂടി ഒരുമിച്ച് എപ്പോഴാണ് ഡയസ്റ്റോൾ ആയി നോക്കിയാൽ പോരെ? എപ്പോഴാണ് ഡയസ്റ്റോൾ ആയത്? അഡ്രിയൽ ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ 0.4 സെക്കൻഡ് എന്താ വരുന്നത്? ജോയിന്റ് ഡയസ്റ്റോൾ ആണ് വരുന്നത്. ഇങ്ങനെ ആ സാധനത്തെ നമുക്ക് റെപ്രസെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? നോക്കേ, P ഡീപോളറൈസേഷൻ ഓഫ് അഡ്രിയം, അത് മാത്രമാണ് ശരി. 6 റീപോളറൈസേഷൻ അല്ല, റിലാക്സേഷൻ അല്ല, QRSൽ വരുന്നതാണ്. അതെന്താണ്? അതും ഡീപോളറൈസേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നിങ്ങൾ ECGനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ECGയുമായി പാർട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും ECGയുടെ 201ാമത്തെ പേജിലെ 4ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനും 5ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലായിട്ട് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. 201ാമത്തെ പേജിലെ 4ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ, ദ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ഷോർട്ട്ലി after the Q marks the beginning of systole. Ventricular systole beginning ene parayan vendite the contraction starts shortly after the Q എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 205ലെ 5ാമത്തെ പാരഗ്രാഫിന്റെ എൻഡില് the end of the T wave is mark end of systole എന്നും പറയുന്നുണ്ട്. അഥവാ വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ എൻഡ് എന്നുള്ള കോൺസെപ്റ്റ്സിൽ അത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, മാർക്ക് ചെയ്ത് പോകണം.
സോ ഇത്രയാണ് നമുക്ക് ആരുമായി റിലേറ്റ് ചെയ്ത് പ്രൈമറി ലെവലിൽ ECG യുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രൈമറി ലെവലിൽ പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, all vein deox blood except all veins have deoxygenal blood except എല്ലാ വെയിനുകളും എടുക്കുന്നത് ഡിയോക്സ് ബ്ലഡ് ആണ്, എക്സെപ്റ്റ് ആരൊഴികെ, നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ആരൊഴികെ? പൾമിനറി വെയിൻ എടുക്കുന്ന എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ്? ഡിയോക്സ് ബ്ലഡ് ആണ്. കാരണം പൾമിനറി വെയിന് എന്താണ്? ലെൻസിന്ന് ഓക്സിജൻ ബ്ലഡിനെ ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമിനറി വെയിൻ എടുക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ സർക്കുലേഷൻ ഉള്ള കൺസെപ്റ്റ്സ് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാവുന്നതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത് ലെൻസ് ആണ്, ലെൻസിന്ന് പൾമിനറി വെയിൻ ആണ് ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് ഓക്സിജൻ ബ്ലഡിനെ കൊണ്ടുവരുന്നത്. ബാക്കി ഇവിടെ പറയുന്ന ആളുകൾ റീനൽ വെയിൻ ആണെങ്കിലും ഹെപ്പാറ്റിക് വെയിൻ ആണെങ്കിലും ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണെങ്കിലും അവരുടെ അടുത്തൊക്കെ എന്താണ്? ഡിയോക്സ് ബ്ലഡ് ആണ്. എന്നാൽ പൾമിനറി വെയിൻ്റെ അടുത്തുള്ളത് ലെൻസിന്ന് ഓക്സ് ബ്ലഡിനെ ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ആണ് ഇത് പൾമിനറി വെയിൻ. സോ ലെൻസിന്ന് ഓക്സിജനേറ്റ് ബ്ലഡിനെ ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൾമിനറി വെയിൻ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഡ്രെയിൻ ബ്ലഡ് ടു ലിവർ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, നിങ്ങൾ എവിടെയാ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനെ കുറിച്ച് പഠിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഡബിൾ സർക്കുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ് അഡ്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് അഡ്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. നോക്കൂ നിങ്ങൾ, റൈറ്റ് അഡ്രിയത്തിന്ന് പൾമിനറി ആർട്ടറി, ആരാണ്? റൈറ്റ് അഡ്രിയത്തിന്ന് പൾമിനറി ആർട്ടറി ഡിഓക്സിൻ ബ്ലഡിനെ ആര് കൊടുത്തു? ലെൻസിന് കൊടുത്തു. ലെൻസിൻ്റെ അടുത്തുനിന്ന് ഏത് ബ്ലഡിനെ? ഡിയോക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ലെൻസിൻ്റെ അടുത്തുനിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആരെടുത്തു? പൾമിനറി വെയിൻ എടുത്ത് ലെഫ്റ്റ് അഡ്രിയത്തിന് കൊടുത്തു. ഈ സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൾമിനറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൾമിനറി സർക്കുലേഷനകത്ത് പൾമിനറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിന് ഡിയോക്സ് ബ്ലഡ് എടുത്ത് ലെൻസിന് കൊടുക്കുകയും പൾമിനറി വെയിന് ഓക്സ് ബ്ലഡ് എടുത്ത് ലെഫ്റ്റ് അഡ്രിയത്തിനും കൊടുത്താൽ പൾമിനറി സർക്കുലേഷൻ തീർന്നു. ഇനി അടുത്തത്, ലെഫ്റ്റ് അഡ്രിയത്തിന്റെ അടുത്തുള്ള ഓക്സ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾക്ക് ചാടും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആരെടുക്കും? അയോട്ട എടുക്കും. അയോട്ട എടുത്തിട്ട് അയോട്ട കുറെ ബ്രാഞ്ച് ഉണ്ട്. അയോട്ട, ആർട്ടറി, ആർട്ടീരിയോൾ, സ്കാപ്പുലറി വഴി ആ ഓക്സിജൻ ബ്ലഡ് എവിടെ എത്തും? ടിഷ്യൂവിലെത്തും. അയോട്ട, ആർട്ടറി, ആർട്ടീരിയോൾ, സ്കാപ്പുലറി വഴി ഓക്സിജൻ ബ്ലഡ് ടിഷ്യൂവിലെത്തും. സോ നമുക്ക് ഓക്സിജൻ ബ്ലഡ് ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ടിഷ്യൂവിൻ്റെ ഇരുന്ന് ഡിയോക്സ് ബ്ലഡിന് പിന്നെ ആരെടുക്കുന്നത്? വിനക്കാവ് എടുത്തിട്ട് റൈറ്റ് അഡ്യത്തിന് കൊടുക്കും. വിനക്കാവ് എടുക്കില്ല, വെന്യൂൾസ് വഴി, വെയിൻസ് വഴി, വിനക്കാവ് വഴി റൈറ്റ് അഡ്യത്തിലെത്തും. ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സ് ബ്ലഡിനെ അയോട്ട എടുത്ത് ടിഷ്യൂവിനെ കൊടുത്ത് ടിഷ്യൂന്ന് ഡിയോക്സ് ബ്ലഡിനെ വിനക്കാവ് എടുത്ത് റൈറ്റ് അഡ്യത്തിൽ കൊടുത്താൽ അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഡബിൾ സർക്കുലേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ആര് വരുന്നുണ്ട്? ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വരുന്നുണ്ട്. വാട്ട് ഈസ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ? ഇറ്റ് ഈസ് ദ യുണീക്ക് വാസ്കുലാർ കണക്ഷൻ ബിറ്റ്വീൻ ഡൈജസ്റ്റീവ് ട്രാക്ക് ആൻഡ് ലിവർ എന്നാ പറയാറ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു പിക്ചർ പ്രസന്റേഷൻ നോക്കൂ നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നോക്കൂ നിങ്ങൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സ് ബ്ലഡുമായിട്ട് കയറുന്നത് ഈ അസെൻഡിങ് അയോട്ട ഇങ്ങനെ വന്ന് ഇത് ഡിസെൻഡിങ് അയോട്ടായിട്ട് പോവാണ്, മേലെ കയറി പോകുന്നതാണ്. നമ്മൾ അയോട്ടിക് ആർക്കും വന്ന 3 ബ്ലഡ് വെസൽസ് പറഞ്ഞത്. ഇത് ഡിസെൻഡിങ് അയോട്ട അങ്ങനെ പോവാണ്. അത് പിന്നീട് ഹെപ്പാറ്റിക് ആർട്ടറി ആയിട്ട് ലിവർക്ക് പോകും. അതുപോലെ എന്താ പറയുക, ഹെപ്പാറ്റിക് ആർട്ടറി ലിവർക്ക് പോകും. അതുപോലെ മീസെൻട്രിക് ആർട്ടറി ആയിട്ട് ഡൈജസ്റ്റീവ് ട്രാക്കിലേക്ക് പോകും. റീനൽ ആർട്ടറി ആയിട്ട് കിഡ്നിക്ക് പോകും. ഇലിയാക് ആർട്ടറി ആയിട്ട് നമ്മൾ ലോവർ ലിംബിലേക്കും പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഹെപ്പാറ്റിക് ആർട്ടറി ലിവർക്ക് പോയി, പിന്നീട് ഹെപ്പാറ്റിക് വെയിൻ വന്ന് ഇൻഫീരിയർ വിനക്കാവിനെ കണക്ട് ചെയ്ത് റൈറ്റ് അഡ്രിയത്തിലേക്ക് പോവുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാത്രം നോക്കൂ നിങ്ങൾ, ഇവിടെ ഡൈജസ്റ്റീവ് ട്രാക്കിൻ്റെയും അഥവാ ഇൻഡസ്റ്റൈൻ്റെയും ലിവറിൻ്റെയും ഇടയിൽ ഒരു വാസ്കുലാർ കണക്ഷൻ ഉണ്ട്, യുണീക്ക് വാസ്കുലാർ കണക്ഷൻ ഉണ്ട്. അതിനെയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. NCERT 202-ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ 1-2 ലൈനിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NCERT എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് NCERT അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ യുണീക്ക് വാസ്കുലാർ കണക്ഷൻ ബിറ്റ്വീൻ ഡൈജസ്റ്റീവ് ട്രാക്ക് ആൻഡ് ലിവർ എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത് എസ്പെഷ്യലി മോർ അത് കണക്ട് ചെയ്ത് കിടക്കുന്നത് ആരുമായിട്ടാണ്? ലിവറുമായിട്ടാണ് മോർ കണക്ട് ചെയ്ത് കിടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ലിവർ,
ഈ കാണുന്നതാണ് ഇൻഡസ്റ്റൈനൽ പാർട്ട്. ഇൻഡസ്റ്റൈനൽ പാർട്ടിൽ നിന്ന് കുറേ വെയിനുകൾ വന്നിട്ട് നോക്കൂ മക്കളെ, കുറേ വെയിൻസ് വന്നിട്ട് ഇൻഡസ്റ്റൈനൽ പാർട്ടിൽ നിന്ന് കുറേ വെയിനുകൾ വന്നിട്ട് ഇങ്ങനെ വന്നോ, ഇതെല്ലാം ഇതിനെ ലിങ്ക് ചെയ്തു. ഇത് ലിങ്ക് ചെയ്ത് ലിവർക്ക് പോണ്. ഈ ലിങ്ക് ചെയ്ത് പോകുന്ന ഇയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് വിളിക്കുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്കിന്റെയും ലിവറിന്റെയും ഇടയിലുള്ള യുണീക്ക് വാസ്കുലാർ കണക്ഷൻ, ദാറ്റ് ഈസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആർക്കിടയിൽ ആൻസർ നമ്മൾ എന്താ പറയുക? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ നമുക്ക് ആർക്കിടയിലാണ് പറയാൻ പറ്റുക? ഇൻഡസ്റ്റൈൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ, ഇനി അവിടെ സ്റ്റൊമക്ക് വന്നാൽ പോലും അത് NCERTയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അതെന്താണ്? ഇൻഡസ്റ്റൈനാ പറയാൻ പറ്റുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കാർഡിയാക് സർക്കുലേഷൻ ഡബ് സൗണ്ട് ഈസ് ഹിയർഡ് വെൻ? കാർഡിയാക് സർക്കുലേഷനിൽ എപ്പോഴാണ് ഡബ് സൗണ്ട് വരുന്നത്? ഓക്കെ, നോക്കൂ മക്കളെ, ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും ക്ലോസ് ചെയ്യുമ്പോൾ ലബ്, സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ ഡബ്. അത് നിങ്ങൾക്ക് അറിയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാർഡിയാക് സൈക്കിൾ വളരെ ചെറുതായിട്ട് പോയിന്റൈസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു പോവാം. നോക്ക് നിങ്ങൾ, കാർഡിയാക് സൈക്കിളിന്റെ ഭാഗമായിട്ടാണ് ലബ് ആൻഡ് ഡബ് സൗണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹാർട്ടിന്റെ 4 ചേമ്പറും ജോയിന്റ് ഡയസ്റ്റോളിലാണ്, റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. അങ്ങനെ 4 ചേമ്പറും റിലാക്സ്ഡ് സ്റ്റേറ്റിലാകുമ്പോൾ റൈറ്റ് അഡ്രിയത്തിലേക്ക് ഇൻഫീരിയർ സുപ്പീരിയർ വിനക്ക വഴി ഡിയോക്സിൻ ബ്ലഡും ലെഫ്റ്റ് അഡ്രിയത്തിലേക്ക് ഓക്സിനൽ ബ്ലഡും വന്ന് നിറഞ്ഞു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമിനറി വെയിൻ വഴി ഓക്സ് ബ്ലഡ് വന്ന് നിറഞ്ഞു. ബ്ലഡ് വന്ന് നിറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ട്രൈകസ്പിഡും ഇവിടെ ഉണ്ടായിരുന്ന ബൈകസ്പിഡ് ആകുന്ന മിട്രൽ വാൾവും ഓപ്പൺ ചെയ്തു. അപ്പോൾ ട്രൈയും ബൈയും ഓപ്പൺ ചെയ്തപ്പോൾ ഈ റൈറ്റ് അഡ്രിയത്തിലും ലെഫ്റ്റ് അഡ്രിയത്തിലും ഉണ്ടായിരുന്ന റൈറ്റ് അഡ്രിയത്തിലെ ഡിയോക്സ് ബ്ലഡും ലെഫ്റ്റ് അഡ്രിയത്തിലെ ഓക്സ് ബ്ലഡും അത് റെസ്പെക്റ്റീവ്ലി റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തു. 70% ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് ചാടും. ബാക്കി 30% ബ്ലഡ് ഇപ്പോഴും അഡ്രിയത്തിൽ എന്താ റിമൈൻ ചെയ്യുന്നത്? ബിക്കോസ് അഡ്രിയത്തിൽ ചെറിയ ചെറിയ പിറ്റുകളുണ്ട്. മസ്കുലി പിക്ടനെക്റ്റി എന്ന് പറയുന്ന ചെറിയ ചെറിയ പിറ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത്, ആ കുഴികൾക്കകത്ത് ബാക്കി വരുന്ന 30% ബ്ലഡ് അവിടെ തന്നെ നിൽക്കും. നമ്മുടെ ആവശ്യം എന്താ? ആ 30% ബ്ലഡിനെയും കൂടി വെൻട്രിക്കിളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി റൈറ്റ് അഡ്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിലുള്ള സൈനാഡ്രിയൽ നോഡാകുന്ന പേസ് മേക്കർ ഓട്ടോ എക്സൈറ്റബിൾ ആയാൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ കറന്റ് അഡ്രിയത്തിൽ സ്പ്രെഡ് ചെയ്യും. അപ്പൊ അഡ്രിയം കോൺട്രാക്ട് ചെയ്യും. അപ്പൊ അഡ്രിയത്തിന്റെ വോള്യൂം കുറയും, അഡ്രിയത്തിന്റെ പ്രഷർ കൂടും. അഡ്രിയത്തിലുള്ള ബാക്കി വന്ന 30% ബ്ലഡും കൂടി വെൻട്രിക്കൾക്ക് ചാടും. ആ 30% ബ്ലഡിനെ സ്വീകരിക്കാൻ വേണ്ടി വെൻട്രിക്കിൾ മാക്സിമം ഡയസ്റ്റോളിൽ നിൽക്കും. സോ അഡ്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ നടക്കും. ഇപ്പൊ 100% ബ്ലഡും എവിടെ എത്തി? വെൻട്രിക്കിളിലെത്തി. ഇനി വെൻട്രിക്കിളിന്റെ പ്രഷർ കൂടിയിട്ട് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പൾമിനറി ആർട്ടറിയിലൂടെ ഡിയോക്സ് ബ്ലഡ് ലെൻസിലേക്കും അയോട്ടയിലൂടെ ഓക്സ് ബ്ലഡ് സർക്കുലേറ്ററി പാത്വേയിലേക്കും പോകണം. സോ അതിനു വേണ്ടി എസ്സേൻ ഉണ്ടാക്കിയ കറന്റ് ഏവിയൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ, ബണ്ടിൽ ഓഫീസ് വഴി കറന്റ് വെൻട്രിക്കിൾക്ക് വരും. ആ വെൻട്രിക്കിൾ ഇങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു പ്രഷർ വരുമ്പോൾ വെൻട്രിക്കിളിന്റെ അകത്തേക്ക് തുറന്നിരിക്കുന്ന ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും അടയും. വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. വെൻട്രിക്കിളിനകത്ത് ഹെവി പ്രഷർ വരും. പ്രഷർ കൂടുമ്പോൾ ബ്ലഡിന് അവിടെ നിൽക്കാൻ പറ്റായിട്ട് ബ്ലഡ് എല്ലാം പോയിട്ട് സെമി ലൂണാർ വാൾവ് തള്ളു സഹിക്കാൻ വയ്യാതെ സെമി ലൂണാർ വാൾവ് തുറക്കും. സെമി ലൂണാർ വാൾവ് തുറക്കുമ്പോൾ പൾമനറി ആർട്ടറിയുടെ ലെൻസിലേക്കും അയോട്ടയിലൂടെ സർക്കുലേറ്ററി പാത്വേയിലേക്കും ബ്ലഡ് കയറി പോകും. ആദ്യം കയറി പോയ ബ്ലഡിന് ഭയങ്കര സ്പീഡായിരിക്കും, ലാസ്റ്റ് പോയ ബ്ലഡിന് സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് അത് പൾമനറി ആർട്ടറിക്കും അയോട്ടയ്ക്കും കയറും. അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ നോക്കുമ്പോഴേക്കും ഇവിടെ അവിടുത്തെ സെമി ലൂണാർ വാൾവ് എന്തിട്ടുണ്ടാവും? അടഞ്ഞിട്ടുണ്ടാവും. അത് ബാക്ക് ഫ്ലോനെ പ്രിവെന്റ് ചെയ്യും. കാരണം ബ്ലഡ് കയറി പോയപ്പോൾ വെൻട്രിക്കിളിന്റെ പ്രഷർ കുറഞ്ഞപ്പോൾ ജ്വല്ലറിന്റെ ഒക്കെ ഗ്ലാസ് ഡോർ പോലെയാണ് സെമി ലൂണാർ വാൾവ്. പുഷ് ചെയ്താൽ മതി, പുൾ ചെയ്യേണ്ട ആവശ്യമില്ല. കയറി പോയാൽ പ്രഷർ ഇല്ലെങ്കിൽ അത് ഓട്ടാണ്ടിയിൽ വന്ന് അടയും. ഓക്കെ, അത് അടക്കാനും തുറക്കാനും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്? കോഡേ ടെൻഡിനേക്ക് പങ്കുണ്ട്. അതൊരു ഹയർ ലെവൽ കോൺസെപ്റ്റ്സ് ആണ്, നമ്മൾ അതിലേക്ക് പോയിട്ടില്ല. സോ ഇപ്പൊ സെമി ലൂണാർ വാൾവ് അടഞ്ഞു, വെൻട്രിക്കിളിനകത്ത് ബ്ലഡ് ഇല്ല, വെൻട്രിക്കിളിന്റെ പ്രഷർ വീണ്ടും ഫർദർ റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും ട്രൈകസ്പിഡും ബൈകസ്പിഡും തുറക്കും. അടുത്ത ബാച്ചിൽ അടുത്ത 70% ബ്ലഡ് വന്നിട്ട് ചാടും. ഇങ്ങനെയാണ് ഓരോ കാർഡിയാക് സൈക്കിളും നടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങൾ, ഇതില് ട്രൈകസ്പിഡും ബൈകസ്പിഡും ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ലബ്. സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ് ഡബ്. ഇത് മാറാതിരിക്കാൻ ട്രൈയും ബൈയും ലബായി.
സെമി ലൂണാർ വാൾവ് ഡബായി. ഓക്കെ, അപ്പൊ ട്രൈയും ബൈയും ക്ലോസ് ചെയ്യുമ്പോൾ ലബ് സൗണ്ടും സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ ഡബ് സൗണ്ടും വരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ കാർഡിയാക് സർക്കുലേഷൻ ഡബ് സൗണ്ട് വരുന്നത് ആരാണ്? സെമി ലൂണാർ വാൾവിന്റെ ക്ലോസിംഗിലാണ്. സോ ആൻസർ 3 ആണ് വരുന്നത്. സോ മക്കളെ നമുക്ക് നോക്കൂ, വാൾവ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ട്രൈകസ്പിഡ് വാൾവ് ഇതാ, ബൈകസ്പിഡ് വാൾവ് ഇതാ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ട്യൂണിക്ക മീഡിയ ഓഫ് ആൻ ഇലാസ്റ്റിക് ആർട്ടറി ഈസ് മേഡ് അപ്പ് ഓഫ് മെയിൻലി എന്നാണ്. ആക്ച്വലി ട്യൂണിക്ക മീഡിയത്തെ കുറിച്ചൊക്കെ എവിടെയാണ് പറയുന്നത്? ട്യൂണിക്ക മീഡിയത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഡബിൾ സർക്കുലേഷനൊക്കെ ശേഷം 202 ആ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. ട്യൂണിക്ക മീഡിയ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ റെപ്രസെന്റേഷൻ NCERT ബ്ലഡ് വെസൽസിനെ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലഡ് വെസൽസിലെ പിക്ചർ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ഇതിനകത്ത് ഒരു ബ്ലഡ് വെസൽസ് എടുത്താൽ ഒരു ആർട്ടറി ആണെങ്കിലും ഒരു വെയിൻ ആണെങ്കിലും അതിന് 3 ലെയർ ഉണ്ടാകും. അതിലെ ഏറ്റവും പുറത്ത് കാണുന്ന യെല്ലോ കളറിൽ കാണുന്നത് ട്യൂണിക്ക എക്സ്റ്റേണ. അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് എന്താണ് പറയുക, ലൈറ്റ് കളർ ഡാർക്ക് ആയിട്ട് കാണുന്നത്, ലൈറ്റ് കളർ ഗ്രീൻ ആയി കാണുന്ന ട്യൂണിക്ക മീഡിയ, അതിന്റെ ഉള്ളിൽ ഡാർക്ക് ഗ്രീൻ ആയി കാണുന്ന ട്യൂണിക്ക ഇൻറ്റിമ. ഇങ്ങനെ 3 ലെയറുകൾ ആർട്ടറിക്കുണ്ട്, വെയിനുണ്ട്. ആർക്കില്ല? കാപ്പിലറിക്കില്ല. സോ ഒരു ബ്ലഡ് വെസൽസ് ആർട്ടറിയും വെയിൻ എടുത്താൽ അതിന് 3 ലെയറുകൾ വരുന്ന പറഞ്ഞങ്ങൾ നോക്കിക്കോ. ഇതൊരു ആർട്ടറിയുടെ ഏറ്റവും പുറത്തുള്ള ട്യൂണിക്ക എക്സ്റ്റേണയാണ്. ഇത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാക്കിയാണ്. അതിനകത്ത് കൊളാജൻ ഫൈബേഴ്സ് ആണ് കണ്ടന്റ്. ദെൻ രണ്ടാമത്തത് ഇയാള് ട്യൂണിക്ക മീഡിയ. ഈ ട്യൂണിക്ക മീഡിയ സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഇലാസ്റ്റിക് ഫൈബേഴ്സിന്റെ കണ്ടന്റ് ഉള്ളതാണ്. ആക്ച്വലി നിങ്ങൾ കൊറോണറി ആർട്ടറി ഡിസീസ് അക്കേഡ് അല്ലെങ്കിൽ അതറോസ്ക്ലീറോസിസ് പറയുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാൽഷ്യം ഫാറ്റ് പോലുള്ള സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ഈ ട്യൂണിക്ക മീഡിയത്തിലെ സ്മൂത്ത് മസിൽസിന്റെ റീജിയനിലാണ്. ഇതിന് ഏറ്റവും ഉള്ളിൽ സ്ക്യോമസ് എൻഡോത്തീലിയൽ ലെയർ ആണ് ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് വെസൽസിന്റെ ലൂമാൻ ആണ്. അത് എന്നാൽ പക്ഷെ കാപ്പിലറിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഉണ്ടോ? ഇല്ല, കാപ്പിലറിക്ക് ആകെ എൻഡോത്തീലിയൽ ലെയർ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ട്യൂണിക്ക മീഡിയ ഓഫ് ദി ഇലാസ്റ്റിക് ആർട്ടറി ഈസ് മേഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ് ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. സോ നോക്കൂ, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. മോസ്റ്റ് ഓഫ് ദി സെന്റർ ഓഫ് റിലേറ്റഡ് ടു കാർഡിയാക് ആക്ടിവിറ്റീസ് പ്രസന്റ് ഇൻ. നമ്മൾ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി NCERT എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി നമ്മൾ പറയുമ്പോൾ നോർമൽ കാർഡിയാക് ആക്ടിവിറ്റീസ് റെഗുലേറ്റഡ് ബൈ ഇൻട്രിൻസിക്കലി വിത്തൗട്ട് any external stimuli. That heart is called myogenic heart എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് പെരിഫറൽ ന്യൂറൽസിന്റെ സിമ്പത്തറ്റിക് വന്ന ഹാർട്ട് ബീറ്റ് കൂടും, പാരാസിമ്പറ്റിക് വന്നാൽ റിട്ടേൺ ടു നോർമൽ ആകും എന്ന് പറയുന്നുണ്ട്. ദ ലാസ്റ്റ് ലൈൻ പറയുന്നു അഡ്രിനൽ മെഡുലറി ഹോർമോൺ ക്യാൻ ആൾസോ ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്. അഡ്രിനൽ മെഡുലറി ഹോർമോൺ എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ നോർ അഡ്രിനാലിനുമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷനിൽ നമ്മൾ അഡ്രിനാലിനെ കുറിച്ച് പറയുമ്പോൾ, അഡ്രിനൽ കോർട്ടെക്സ് പറയുന്ന സമയത്ത് അഡ്രിനാലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്ത് അഡ്രിനൽ മെഡുലറി ഹോർമോൺ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അഡ്രിനാലിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ബോത്ത് ഹോർമോൺസ് കാൻ ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്, സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് കൺട്രാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്നുള്ള ലൈന് കെമിക്കൽ കോർഡിനേഷൻസിന്റെ ലിങ്ക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. സോ മാത്രമല്ല ഈ പറയുന്ന കാർഡിയാക് ആക്ടിവിറ്റീസിന്റെ എല്ലാം സെന്റർ വരുന്നത് ആരാണ്? മെഡുല്ലയാണ്. കാരണം NCERT ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ NCERT പറയുന്നു എന്താണ്? നോർമൽ കാർഡിയാക് ആക്ടിവിറ്റീസ് റെഗുലേറ്റഡ് ബൈ ഇൻട്രിൻസിക്കലി ഓട്ടോ റെഗുലേറ്റഡ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലി. ദാറ്റ് ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്. എന്നിട്ട് മെഡുല്ലയിലാണ് ശരിക്ക് ഈ കാർഡിയാക് സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉണ്ട്. നിങ്ങൾ റെസ്പിറേഷനിലെ റെസ്പിറേറ്ററി സെന്റർ എന്ന് പറഞ്ഞതുപോലെ മെഡുല്ലയിൽ കാർഡിയാക് ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യാൻ ഒരു കാർഡിയാക് സെന്റർ ഉണ്ട്. അതിനൊരു കാർഡിയാക് ആക്സിലറേറ്റഡ് റീജിയൻ, ആക്സിലറേറ്റഡ് റെഡ്യൂസിംഗ് റീജിയൻ ഒക്കെ ഉണ്ട്. അതാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പറ്റിക്കുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർഡിയാക്കിന്റെ റെഗുലേഷൻ വരുന്ന മെഡുല്ലയാണ്. ഇതിന്റെ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ എത്താൻ പറ്റും. ഫോർ ബ്രെയിൻ പറയുമ്പോൾ ഫോർ ബ്രെയിൻ ഹൈഡ് ബ്രെയിൻ മിഡ് ബ്രെയിൻ ഹൈഡ് ബ്രെയിൻ പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് പാരാഗ്രാഫിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഇൻവോളണ്ടറി ആക്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് മെഡുല്ലയാണെന്ന് NCERT പറയുന്നുണ്ട്. സോ ആൻസർ ഈസ് മെഡുല്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. ദ സ്റ്റേറ്റ്മെന്റ് ആണ് അതറോസ്ക്ലീറോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ അതറോസ്ക്ലീറോസിസ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് രണ്ടാം സ്റ്റേറ്റ്മെന്റ് ബേസോഫിൽ ആർ ദി ലീസ് അബഡന്റ് ഗ്രാനുലോസൈസ്. 2 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതറോസ്ക്ലീറോസിസിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ പറയുന്നത്? ഡിസോർഡറുകൾ പറയുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഏതെല്ലാം ഡിസോർഡറുകളാണ് നമുക്കറിയുന്ന ഡിസോർഡറുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഹൈപ്പർ ടെൻഷൻ ആണ്. അപ്പോൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 ആണ്. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ 120/80
80 ആണ് നോർമൽ ബ്ലഡ് പ്രഷർ. 120 is represented by ventricular systole, 80 represented by diastole. ഇത് 140/90 എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷന്റെ ബോർഡർ ലൈൻ ആണ്, അത് ഹൈപ്പർ ടെൻഷനിലേക്ക് കടന്നു എന്നുള്ളതാണ്. 140/90 or above 140/90 അതെന്താണ്? ഹൈപ്പർ ടെൻഷൻ ആണ്. ബി പി കുറയുന്നതിന് ഹൈപ്പോ ടെൻഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. സ്പിഗോമാനോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് ബി പി ഇവാലുവേറ്റ് ചെയ്യുന്നത്. മെർക്കുറിക് മില്ലിമീറ്ററിലാണ് നമ്മൾ ഇതിന്റെ ബി പിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന യൂണിറ്റ് നമ്മൾ പറയാറ് മെർക്കുറിക് മില്ലിമീറ്ററിലാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആദ്യം പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. ദെൻ രണ്ടാമത് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അത് ആദ്യം എന്താണ് കൊറോണറി ആർട്ടറി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ മക്കളെ, കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് കൊറോണറിയുടെ ആർട്ടറി. അവിടെ തിരിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസ് ആണ് കൊറോണറിയുടെ വെയിന്. ഈ കൊറോണറിയുടെ ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നോക്കൂ, ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഭാഗമാണ്. ഇതാണ് അയോട്ടിക് ആർക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സ് ബ്ലഡുമായി വരുന്ന അസെൻഡിങ് അയോട്ട, ഇനി ലിവറിലേക്കും ഇൻഡസ്ട്രിയിലും കിഡ്നിക്ക് കൊണ്ടുപോകുന്ന ഡിസെൻഡിങ് അയോട്ട, രണ്ടും കൂടി കൂടുമ്പോൾ അയോട്ടിക് ആർക്ക്. അയോട്ടിക് ആർക്ക് ഇത് ആക്ച്വലി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിനകത്ത് നിങ്ങൾ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ പറയുമ്പോൾ അയോട്ടിക് ആർക്കിലും കരോട്ടിഡ് ആർട്ടറിയിലും റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇവിടെയാണ് ആ റിസപ്റ്റേഴ്സ് ഫൗണ്ട് ചെയ്യുന്ന എടുക്കുന്നത്. അപ്പൊ ഈ അയോട്ടിക് ആർക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കും നിങ്ങൾ, ഈ അയോട്ടിക് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ കണ്ട റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഈ റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറികളാണ് ഹാർട്ടിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കൊണ്ടുപോകുന്നത്. ഈ കൊറോണറി ആർട്ടറികളിൽ ഇപ്പൊ നോക്ക്, ഇതിങ്ങനെ ഹാർട്ടിന്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ കൊറോണറി ആർട്ടറിയും വെയിൻസും. ഇനി ഇവിടെ സൂം ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഒരു കൊറോണറി ആർട്ടറിയുടെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ കൊറോണറി ആർട്ടറിയുടെ സ്മൂത്ത് മസിൽസിന്റെ റീജിയനിൽ നേരത്തെ കാണിച്ചു, ട്യൂണിക്ക മീഡിയത്തിൽ ഫാറ്റ്, കൊളസ്ട്രോള്, കാൽഷ്യം പോലുള്ള സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് പ്ലഗ് ചെയ്ത് ലൂമാൻ നാരോർ ആകുന്ന അവസ്ഥയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ അതറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന്റെ മയോകാർഡിയത്തിലെങ്കിൽ ഹാർട്ടിന്റെ മസിൽസിലോട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയും. ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി വരും. ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ അത് ആൻജൈനക്ക് കാരണമാകും. അഥവാ ആൻജൈന, വാട്ട് ഈസ് ആൻജൈന? ആൻജൈന എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. എന്തുകൊണ്ടാണ് ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത്? ആക്ച്വലി ഹാർട്ടിന്റെ മസിൽസിലോട്ട് വേണ്ട രീതിയിൽ ഓറ്റു കിട്ടാതാവുന്ന സമയത്താണ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ അഥവാ ആൻജൈന പെക്ടോറിയസ് വരുന്നത്. ആ ചെസ്റ്റ് പെയിനിലേക്ക് ലീഡ് ചെയ്യുന്ന റീസൺ ഇതുപോലുള്ള എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ CAD. പിന്നീട് അവിടെ ഹാർട്ട് ഫെയിലിയർ പറയുന്നുണ്ട്. നോക്കി നിങ്ങൾ, CAD എന്ന് പറഞ്ഞ അവസ്ഥ ഇങ്ങനെയാണ് നോക്കുന്നുണ്ടോ? സ്മൂത്ത് ഇതാ ട്യൂണിക്ക എൻഡോത്തീലിയൽ ലെയർ ആണ്, സ്മൂത്ത് മസിൽസിന്റെ റീജിയൻ ആണ്. ഇതാ ഇവിടെ കണ്ടോ, പ്ലഗ് ചെയ്ത് ഇവിടെ കണ്ടോ ആക്ച്വലി ഡെപ്പോസിഷൻ കണ്ടോ? ഇതാണ് CAD, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ് ലീഡ് ഉണ്ടാവുന്ന ഒരാൾ നമുക്ക് കാണാൻ കഴിയുന്ന സിംറ്റം ആണ് ഇത് ആൻജൈന, ചെസ്റ്റ് പെയിൻ, നെഞ്ച് വേദന എന്ന് പറയുന്നത്. ഇനി ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞ ഭാഗം NCRT പറയുന്നുണ്ട്. ബോഡിയുടെ നീഡ് അനുസരിച്ച് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ ഹാർട്ടിന് കഴിയാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. ഹാർട്ട് ഫെയിലിയറിൽ ആദ്യം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ പറയുന്നുണ്ട്. ലെൻസിൻ കൺജങ്ഷൻ കാരണം ഹാർട്ട് ഫെയിൽഡ് ആകുന്നതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. ലെൻസ് കൺജസ്റ്റ് ആയാൽ ഓക്സിജനേറ്റ് ബ്ലഡിനെ പൾമിനറി അസെൻഡിങ് അയോട്ട വഴി ഓക്സിജൻ ബ്ലഡ് കയറി പോകില്ല. അങ്ങനെ വരുന്ന സമയത്ത് അഥവാ ലെൻസ് കൺജസ്റ്റ് ആയാൽ പൾമിനറി വെയിൻ ഓക്സിജൻ ബ്ലഡിന് കിട്ടൂല. അപ്പൊ ലെഫ്റ്റ് ആർട്ടറിയത്തിന് കിട്ടൂല, ലെഫ്റ്റ് വെൻട്രിക്കിളിന് കിട്ടൂല, അയോട്ട കിട്ടൂല, അയോട്ട കിട്ടില്ലെങ്കിൽ കൊറോണറി ആർട്ടറി കിട്ടൂല. അത് കാരണം ഹാർട്ടിന് ഓക്സിജൻ ബ്ലഡ് കിട്ടൂല. ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിൽസ് എന്താകും? വീക്ക് ആവാൻ തുടങ്ങും. ഹാർട്ടിന്റെ മസിൽസ് വീക്ക് ആവുമ്പോൾ മസിൽസ് ഡാമേജ് ആവുന്ന അവസ്ഥയാണ് എന്ത്? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബോഡിയുടെ നീഡ് അനുസരിച്ച് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. അത് ലെൻസ് കൺജസ്റ്റ് ആവുന്ന കാരണം ഉണ്ടാകും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കും. ഇനി ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഹാർട്ടിന്റെ മസിൽസിന് ഡാമേജ്, ഇൻഅഡ്വക്കേറ്റ് ബ്ലഡ് സപ്ലൈ കാരണം ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവണാണ് ഇത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് അതറോസ്ക്ലീറോസിസ് ടൈപ്പ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ബാസോഫിൽ ആർ ദ ലീസ്റ്റ് അബണ്ടന്റ് ഗ്രാനുലോസൈറ്റ്സ്. നമുക്കറിയാം ബാസോഫിലിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് സ്റ്റാർട്ടിങ്ങിൽ. ബാസോഫിൽ വെറും 0.5 to 1% ഉള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് A and B കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. വളരെ ഷോർട്ട് ടൈമിനകത്ത് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഷോർട്ട് ടൈമിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. NCRTയും കൂടിയും വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നും കൂടി മാർക്ക് ചെയ്ത് നോക്കുക. സോ എനിവേ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ലെവലിൽ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്തുണ്ടാവും? റിസൾട്ട് ഉണ്ടാവും. സോ താങ്ക് യു വെരി മച്ച്.